ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ഡോക്ടർ KT ചന്ദ്രമോഹൻ, സ്വാഗതം പറഞ്ഞ ശ്യാമള മണിശ്ശേരി, എൻ്റെ ഗദ്യത്തിലുള്ള ഒരു കവിത മനോഹരമായി പദ്യത്തിൽ ആലപിച്ച നിരഞ്ജന, പ്രിയപ്പെട്ട KP ലക്ഷ്മണൻ, സന്തോഷ്, നിഷ നമ്പ്യാർ, സുകുമാരൻ, KM മോഹൻ, സിറാജ്, കോളേജ് യൂണിയൻ്റെ പ്രതിനിധികളെ, നന്ദി പറയുന്ന പ്രദീപൻ തൈക്കണ്ടി, എൻ്റെ മുന്നിലിരിക്കുന്ന മാനവ സൗഹൃദത്തിൽ വിശ്വസിക്കുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും അധ്യാപകരും അധ്യാപികമാരുമായ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ശ്രീ ലക്ഷ്മണൻ വ്യക്തമാക്കിയതുപോലെ മാനവ സൗഹൃദ വേദി സ്ഥാപിതമായത് പ്രധാനമായും കേരളത്തിൽ, ഒരുപക്ഷെ കേരളത്തെയും കേരളത്തിൻ്റെ ജനാധിപത്യ സംസ്കാരത്തെയും നിർമ്മിക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച നവോത്ഥാന മൂല്യങ്ങൾ പതുക്കെ പതുക്കെ പിൻവാങ്ങുകയാണോ എന്ന സംശയത്തിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ഒരു കാലത്ത് കേരളം ഇന്ത്യക്ക് മുഴുവൻ മാതൃകയാകുന്ന വിധത്തിൽ മത സൗഹാർദ്ദം പുലർത്തിയിരുന്ന ഒരു നാടായിരുന്നു. ആ സൗഹാർദ്ദം തീർത്തും ഇല്ലാതായി എന്നല്ല ഞാൻ പറയുന്നത്. എങ്കിലും അതിനെ വെല്ലുവിളിക്കുന്ന രീതിയിൽ വർഗീയ ശക്തികൾ വളർന്നു വരുന്നതും ചിലപ്പോഴൊക്കെ അധികാരത്തിൻ്റെ അടുത്ത് എത്തുന്നതും നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയെക്കുറിച്ചുള്ള നമ്മുടെ മഹാസ്വപ്നം, അല്ലെങ്കിൽ ഇന്ത്യ എന്ന നമ്മുടെ മനസ്സിലുള്ള ആശയം നാനാത്വത്തിൻ്റെ ഒരു നാട് എന്നതാണ്, അഥവാ ബഹുസ്വരതയുടേതായ ഒരിടം എന്നതാണ്. കാരണം ഇന്ത്യ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ മാത്രം നാടല്ല, ഒരു വംശത്തിൻ്റെ മാത്രം നാടല്ല, ഒരു ഭാഷയുടെ മാത്രമോ ഒരു സംസ്കാരത്തിൻ്റെ മാത്രമോ ഒരു പ്രാദേശികമായ ജീവിത രീതിയുടെ മാത്രമോ ആയ നാടല്ല. മറിച്ച് ലോകത്തിലെ എല്ലാ മതങ്ങളും, മിക്കവാറും അനേകം വംശങ്ങളും, ഒട്ടനവധി അംഗീകരിക്കപ്പെട്ടതും അംഗീകരിക്കപ്പെടാത്തതുമായ ഭാഷകളും ഒന്നിച്ച് സഹവസിക്കുന്ന അനേകം സംസ്കാരങ്ങളും ജീവിത സമീപനങ്ങളും പരസ്പരം സംവദിച്ചും സ്നേഹിച്ചും സഹകരിച്ചും കഴിഞ്ഞു പോരുന്ന ഒരു നാടാണ്. അങ്ങനെ ആയിരുന്നിട്ടുണ്ട് ഇന്ത്യ, അങ്ങനെ തന്നെ ആയിരിക്കണം അത് എന്ന വലിയ ഒരാഗ്രഹമാണ് ഈ തരത്തിലുള്ള ഒരു പ്രചാരണ വേദിക്ക് പിറകിൽ ഉള്ളത്. ഇവിടെ ഞാൻ വളരെ കൃത്യമായി ഗുരുവിനെയും അയ്യങ്കാളിയെയും കുറിച്ച് മാത്രം സംസാരിക്കുകയല്ല ചെയ്യുന്നത്. തീർച്ചയായും അവരുടെ ദർശനങ്ങളുടെ പ്രസക്തി ആനുഷംഗികമായി കടന്നു വരുമെങ്കിലും പൊതുവെ കേരളീയ നവോത്ഥാനം എന്തായിരുന്നു, ഇന്ന് അത് നേരിടുന്ന വെല്ലുവിളികൾ എന്താണ്, ആ വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനമായ വർഗീയത എങ്ങനെ കേരളത്തിലും ശക്തമാകുന്നത് നാം ചുറ്റും കാണുന്നു, എങ്ങനെ നമുക്കതിനെ പ്രതിരോധിക്കാൻ കഴിയും മുതലായ ചില ചോദ്യങ്ങൾ എന്നോട് തന്നെയും നിങ്ങളോടും ചോദിക്കാനും അതേക്കുറിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് തുടക്കമിടാനും മാത്രമാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഞാൻ മുതിരുന്നില്ല. രാവിലെ സാമാന്യം ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ശേഷം അതിനുള്ള ശാരീരികമോ മാനസികമോ ആയ ഊർജം എനിക്കില്ല എന്ന് കൂടി പറയാം. അപ്പോൾ കേരളത്തിലെ നവോത്ഥാനം എന്തായിരുന്നു? നവോത്ഥാനം എന്ന പേര് അതിനൊരു പക്ഷേ ലഭിച്ചത് യൂറോപ്പിൽ നടന്ന നവോത്ഥാനത്തിൻ്റെ ഓർമ്മയിൽ ആണ്.
എന്നാൽ യൂറോപ്യൻ നവോത്ഥാനത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു ഇന്ത്യയിലുണ്ടായ നവോത്ഥാന തരംഗങ്ങൾ. പ്രധാനമായും ബംഗാളിലും കേരളത്തിലുമാണ് ആ രീതിയിലുള്ള നവോത്ഥാനങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാം. ചുരുങ്ങിയത് ആ വാക്ക് ഈ രണ്ട് സംസ്ഥാനങ്ങളിലും ഉണ്ടായ ചില ഉണർച്ചകളെ, നവജാഗ്രതകളെ വിശേഷിപ്പിക്കാൻ വേണ്ടിയാണ് നാം ഉപയോഗിച്ചു പോന്നിട്ടുള്ളത്. എങ്കിലും ഈ രണ്ട് നവോത്ഥാനങ്ങളെയും താരതമ്യം ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ളത്, അതെൻ്റെ ചില ബംഗാളി സുഹൃത്തുക്കളും പങ്കുവയ്ക്കുന്ന ഒരു ധാരണയാണ്, ബംഗാളിലെ നവോത്ഥാനം പ്രാഥമികമായും ഉപരിവർണ്ണങ്ങൾ, വിശേഷിച്ചും ബ്രാഹ്മണർ നയിച്ച ഒരു നവോത്ഥാനമായിരുന്നു എന്നും കേരളത്തിലെ നവോത്ഥാനം നേരെ മറിച്ച് എല്ലാ സമുദായങ്ങൾക്കും പങ്കുണ്ടായിരുന്ന, എന്നാൽ ഏറ്റവും ആഴത്തിൽ കീഴാള ജനതയ്ക്കും കീഴാള നേതാക്കൾക്കും പങ്കുണ്ടായിരുന്ന ഒരു നവോത്ഥാനമായിരുന്നു എന്നതുമാണ്. ഇത് ഒരു ചെറിയ വ്യത്യാസമാണ് എന്ന് പ്രത്യേകിച്ചും ഇന്നത്തെ ഭാരതീയ സന്ദർഭത്തിൽ ഞാൻ കരുതുന്നില്ല. നമ്മുടെ നവോത്ഥാനത്തിൻ്റെ ഉള്ളടക്കം കീഴാള ഉള്ളടക്കമാണ് എന്ന് പറയുമ്പോൾ അതിൽ പങ്കെടുത്ത ഇതര സമുദായക്കാരെയോ അവരുടെ വളരെ പ്രധാനമായ പങ്കിനെയോ ഞാൻ ഒരു തരത്തിലും നിരാകരിക്കുകയല്ല. വി.ടി. ഭട്ടതിരിപ്പാടിനെ പോലെ, MRBയെ പോലെ, പ്രേംജിയെപ്പോലെ, അല്ലെങ്കിൽ മാധവമേനോനെ പോലെ, KP കേശവമേനോനെ പോലെ ഉള്ള ഒട്ടേറെ ആളുകൾ നാം സവർണരെന്ന് പറയുന്ന വിഭാഗത്തിൽ നിന്നും അതിൽ ആത്മാർത്ഥമായി തന്നെ പങ്കെടുക്കുകയും സ്വന്തം സമുദായങ്ങളെ ആ സമുദായങ്ങളുടെ സ്വാർത്ഥതകളിൽ നിന്നും കുടിലതകളിൽ നിന്നും അന്ധമായ വിശ്വാസ ആചാരങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ നമ്മുടെ നവോത്ഥാനത്തിന് ഒരു പുതിയ ഉള്ളടക്കം നൽകിയത്, ഒരു പുതിയ ഉന്മുഖത്വം നൽകിയത് അതിൽ പ്രവർത്തിച്ച മറ്റ് ചിലർ ആയിരുന്നു എന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ, ചരിത്രത്തെ വീണ്ടും അടിയിൽ നിന്ന് പഠിക്കുമ്പോൾ നമുക്ക് ബോധ്യമാകും. അതിൽ ശ്രീനാരായണ ഗുരുവുണ്ട്, അയ്യങ്കാളിയുണ്ട്, സഹോദരൻ അയ്യപ്പനുണ്ട്, KP കറുപ്പനുണ്ട്, പൊയ്കയിൽ അപ്പച്ചനുണ്ട്, മക്തിത്തങ്ങളുണ്ട്. ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ന്യൂനപക്ഷ സമുദായങ്ങളിലോ കീഴാള വിഭാഗങ്ങളിലോ പെട്ട ഒട്ടേറെ വലിയ ചിന്തകർ, പ്രവർത്തകർ ഇടപെട്ടതുകൊണ്ടുകൂടിയാണ് നമ്മുടെ നവോത്ഥാനത്തിന് ഈ രീതിയിലുള്ള ബംഗാളിൽ നിന്നും വ്യത്യസ്തമായ ഒരു ലക്ഷ്യവും ഉന്മുഖത്വവും ജനാധിപത്യ സ്വഭാവവും ഉണ്ടായി വന്നത്. കാരണം നമ്മുടെ നവോത്ഥാനം പ്രാഥമികമായും രാജാധിപത്യത്തിൽ നിന്ന് ജനാധിപത്യത്തിലേക്കും വർഗീയതയിൽ നിന്ന് മതനിരപേക്ഷതയിലേക്കും ഉള്ളൊരു നീക്കമായിരുന്നു. എല്ലാത്തരം അധീശത്വങ്ങൾക്കുമെതിരായി പൊരുതാനുള്ള ഊർജത്തിൻ്റെ ഒരു വിസ്ഫോടനമായിരുന്നു നമ്മുടെ നവോത്ഥാനം എന്ന് പറയാം. കാരണം സമത്വപൂർണമായ ഒരു സമുദായം സൃഷ്ടിക്കുന്നതിന് ഏകമാനമായ ഒരു കലാപം മതിയാവുകയില്ല. നമ്മുടെ സമൂഹത്തിൽ അധികാരം നിലനിൽക്കുന്നത് അനേകം വ്യത്യസ്തങ്ങളായ രൂപങ്ങളിലാണ്. ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള വർണ്ണാധികാരമുണ്ട്. അതിൻ്റെ ഏറ്റവും നിഷ്ഠുരമായ രൂപം ബ്രാഹ്മണാധികാരമാണ്, അല്ലെങ്കിൽ ആയിരുന്നു. അതോടൊപ്പം തന്നെയുള്ള സവർണാധികാരം,
അവർണർ എന്ന് ഒരു വിഭാഗത്തെ വിളിക്കുകയും അടിച്ചമർത്തുകയും അകറ്റി നിർത്തുകയും അയിത്തം പാലിക്കുകയും ചെയ്യുന്ന ഒരു അധികാരി വിഭാഗം, ദളിതരെ എല്ലാ കാലത്തും ദളിതരും ദമിതരുമായി നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം, ആദിവാസികളെ മനുഷ്യർ പോലുമായി കരുതാതെ അദൃശ്യരാക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ എന്ന പോലെ കേരളത്തിലും സജീവമായിരുന്നു ഒരു കാലത്ത്. അതോടൊപ്പം അത് അധികാരത്തിൻ്റെ ഒരു രൂപം മാത്രമാണ്, അല്ലെങ്കിൽ സമുദായത്തിൽ ശ്രേണീക്രമങ്ങൾ, ഹയരാർക്കികൾ സൃഷ്ടിക്കുന്നതിൻ്റെ ഒരു വഴി മാത്രമാണ്. എന്നാൽ അത് മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ പല രീതികളിലുള്ള അധികാരങ്ങൾ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. വർണ്ണാധികാരവും ജാത്യധികാരവും അവയിൽ ചിലതാണ്. അവയോടൊപ്പം തന്നെ വർഗാധികാരമുണ്ട്. സമ്പന്നരുടെ അധികാരം, ദരിദ്രരായ മനുഷ്യരെ, അധ്വാനിക്കുന്ന മനുഷ്യരെ, തൊഴിലാളികളെ, കർഷകരെ, കൈത്തൊഴിലാളികളെ, എന്തിനെ തൊഴിലില്ലാത്തവരെയും ഏതെങ്കിലും രീതികളിൽ ചൂഷണം ചെയ്യുകയും തങ്ങളുടെ ആർത്തിക്കുള്ള വിഭവങ്ങൾ മാത്രമാക്കി മാറ്റുകയും ചെയ്യുന്ന ധനാധികാരം ഇന്ത്യയിൽ ഇന്നും വളരെയധികം പ്രവർത്തന നിരതമാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ടതില്ല. വിശേഷിച്ചും മുതലാളിത്തം അതിൻ്റെ ഒരു കോർപ്പറേറ്റ് രൂപത്തിലേക്ക് മാറിയ ഒരു കാലത്ത് ഏതാനും കുടുംബങ്ങളെ സമ്പന്നരായി നിലനിർത്താനോ അതിസമ്പന്നരാക്കാനോ വേണ്ടി ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ജനതയ്ക്ക് പുതിയ പുതിയ ദുരിതങ്ങൾ സമ്മാനിക്കുന്ന ഒരു വിഭാഗം ജനതയും അതിനെ അനുകൂലിക്കുന്ന ഒരു ഭരണകൂടവും വ്യക്തമായും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അതിന് നാം പൊതുവെ വർഗാധികാരം എന്ന് പറയുന്നു. ആ വർഗാധികാരത്തിൻ്റെ രൂപങ്ങൾ പല കാലത്തും പലത് ആയിരുന്നിട്ടുണ്ടെങ്കിലും അത്ര തന്നെ പ്രധാനമായ ഒരധികാര സ്വരൂപമാണ് പുരുഷാധികാരം അഥവാ പുരുഷാധിപത്യം. സ്ത്രീകളെ എല്ലാ കാലത്തും രണ്ടാന്തരം ജനങ്ങളായി, മനുഷ്യരായി കണക്കാക്കുകയും അടിച്ചമർത്തുകയും അവർക്ക് എല്ലാ രീതിയിലുമുള്ള സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കുകയും അവരെ കുടുംബത്തിലും സമൂഹത്തിലും രണ്ടാന്തരം പൗരന്മാരായി മാറ്റുകയും ചെയ്യുന്ന പുരുഷാധിപത്യം ഈ ആധിപത്യത്തിൻ്റെ ചിലപ്പോൾ പ്രത്യക്ഷവും ചിലപ്പോൾ പരോക്ഷവുമായ മറ്റൊരു രൂപമാണ്. ഇന്ന് ഞാൻ സംസാരിക്കുന്ന സന്ദർഭത്തിൽ അത്തരത്തിലുള്ള പുരുഷാധികാരത്തിനും ചൂഷണത്തിനുമെതിരായ വലിയൊരു മുന്നേറ്റം കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അത് അത്യന്തം പ്രസക്തമാണ് എന്ന് കരുതുകയും അതിനോട് സമ്പൂർണമായ കക്ഷിരഹിതമായ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ആളുകളിൽ ഒരാളാണ് നിശ്ചയമായും ഞാൻ. അങ്ങനെ ആകേണ്ടതുണ്ട് എഴുത്തുകാർ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇങ്ങനെയുള്ള അതോടൊപ്പം തന്നെ പറയേണ്ട അധികാരത്തിൻ്റെ മറ്റൊരു രൂപം ഒരുപക്ഷേ അതിനെ പലപ്പോഴും സാങ്കേതിക ഫാസിസം, ടെക്നോളജിക്കൽ ഫാസിസം എന്ന് വിളിക്കാറുണ്ട്. അതായത് സാങ്കേതിക വിദ്യകളെ ജനങ്ങളുടെ വിമോചനത്തിനും സ്വാതന്ത്ര്യത്തിനും അവർക്ക് കൂടുതൽ ഒഴിവു സമയം ലഭിക്കുന്നതിനും ഉപയോഗിക്കുന്നതിന് പകരം, അതിനു വേണ്ടിയാണ് ഒരുപക്ഷെ സാങ്കേതിക വിദ്യകൾ സ്വരൂപിക്കപ്പെട്ടത്, അതിന് പകരം അവരെ കൂടുതൽ അടിമകളാക്കാനും അവരുടെ മേൽ അസ്വാതന്ത്ര്യങ്ങൾ അടിച്ചേൽപ്പിക്കാനും ഉപയോഗിക്കുമ്പോഴാണ് അത് ഒരു സാങ്കേതിക വിദ്യയുടേതായ അധികാര സ്വരൂപമായി മാറുന്നത്. അപ്പോൾ ഈ സാങ്കേതിക വിദ്യ ആരുടെ കയ്യിലുണ്ടോ ആ ആളുകൾ കൂടുതൽ അധികാരമുള്ളവരായി മാറുന്നു. അത് ഏതൊരു സമത്വത്തെക്കുറിച്ചുള്ള ഏതൊരു ചിന്തയിലും വളരെ പ്രധാനമായ ഒരു ഘടകമാണ് എന്ന് പറയാം. അത് റോബോട്ടിക്സ് ആയാലും ശരി, കൃത്രിമ ബുദ്ധി ആയാലും ശരി,
അതിന് മുമ്പുണ്ടായിരുന്ന അനേകം വ്യവസായത്തിലും മറ്റും ഉപയോഗിച്ചു കൊണ്ടിരുന്ന യന്ത്രങ്ങളായാലും ശരി, ആ യന്ത്രങ്ങൾ നമ്മോട് അവയെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുന്നില്ല. ഒരു റോബോട്ടും പറയുന്നില്ല നമ്മളോട് ഇന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കാവൂ, ഇന്ന ആളുകളെ ഉപയോഗിക്കാവൂ എന്ന്. അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ മൊബൈലിലോട്ട് പെട്ടെന്ന് പരിചിതമായതുകൊണ്ട് പറഞ്ഞതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്ന കൃത്രിമ ബുദ്ധി. അതും നമ്മോട് പറയുന്നില്ല അതിനെ എങ്ങനെ ഉപയോഗിക്കണമെന്ന് തീരുമാനിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പലവിധം സാങ്കേതിക വിദ്യകളെ കൈയടക്കി വയ്ക്കുന്നത് സവിശേഷമായ ഒരു വിഭാഗമാണ്. എല്ലാ കാലത്തും അങ്ങനെയായിരുന്നു. ആ വിഭാഗം അതിൻ്റെ ആശയപ്രചാരണത്തിന് വേണ്ടി, അതിൻ്റെ അധീശത്വത്തിന് വേണ്ടി, അതിൻ്റെ ചൂഷണ പദ്ധതികൾക്ക് വേണ്ടി ഈ രീതിയിൽ ഉള്ള യന്ത്രങ്ങളെ, അല്ലെങ്കിൽ ഈ കൃത്രിമ ബുദ്ധി പോലുള്ള പുതിയതായി ഉയർന്നു വരുന്ന സമ്പ്രദായങ്ങളെ ഉപയോഗിക്കുന്നത് നാം കാണുന്നു. നാം അണുവിനെ പിളർന്നപ്പോഴും അണുക്കളെ കൂട്ടി യോജിപ്പിച്ചപ്പോഴും അണുക്കൾ നമ്മളോട് പറഞ്ഞില്ല നിങ്ങളിതിനെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ മാത്രമേ ഉപയോഗിക്കാവൂ എന്ന്. അതുകൊണ്ട് തന്നെ അത് നമുക്കറിയാവുന്നതുപോലെ പലപ്പോഴും ഉപയോഗിക്കപ്പെട്ടത് അണുബോംബുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയാണ്. ന്യൂക്ലിയർ ഫ്യൂഷനെയും പറ്റിയൊക്കെ നിങ്ങൾ സ്വാഭാവികമായും പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അറിയുന്നുണ്ടാവും എന്ന് ഞാൻ കരുതുന്നു. ആ തരത്തിൽ പുതുതായി ഉണ്ടായി വരുന്ന ഓരോ സാങ്കേതിക വിദ്യയെയും സ്വന്തമാക്കുകയും സ്വന്തം പദ്ധതികൾക്കും ലാഭത്തിനും ആർത്തികളുടെ ആശ്വാസത്തിനും വേണ്ടി ഉപയോഗിക്കുകയും ചെയ്യുന്ന ഒരു സമീപനത്തെയാണ് പൊതുവെ പറഞ്ഞാൽ സാങ്കേതികമായ ഫാഷിസം എന്ന് പറയുന്നത്. ഈ സാങ്കേതിക ഫാഷിസം ചെയ്യുന്ന ഏറ്റവും നിഷ്ഠുരമായ കാര്യം അത് പ്രകൃതിയെ നിരന്തരമായി നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്. ഞാൻ പറയുന്നത് വയനാട്ടിലെ ദുരന്തമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദുരന്തമോ പൂർണ്ണമായും മനുഷ്യ സൃഷ്ടിയാണ് എന്നൊന്നുമല്ല. അതിൽ പ്രകൃതിക്ക് വളരെ വലിയൊരു പങ്ക് ഉണ്ടായിരുന്നു. എന്നാൽ നാം ഇന്ന് പൊതുവെ കാണുന്ന കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള മനുഷ്യവംശത്തെ തന്നെ ഭീഷണിപ്പെടുത്തുന്ന മാറ്റങ്ങൾ, നാം പൊതുവെ കാണുന്ന പല രീതികളിലുള്ള നമ്മെ അപകടത്തിൽപ്പെടുത്തുന്ന വായു മലിനീകരണവും ജലമലിനീകരണവും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഇവയെല്ലാം തന്നെ പ്രകൃതിയെയും മനുഷ്യനെയും കൂടുതൽ അകറ്റി മാറ്റുന്നത് നാം കാണുന്നു. നാം പ്രത്യേകിച്ചും കോവിഡിൻ്റെ കാലത്തിന് ശേഷം ഉയർന്നു വന്നിട്ടുള്ള ഒരുപാട് തത്വചിന്തകരും തത്വചിന്തകളുമുണ്ട്. അവർ നമ്മോട് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനുഷ്യർ നേതാക്കളായിരുന്ന ആ യുഗം ഇതാ അവസാനിക്കുകയാണ് എന്നാണ്. നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പോലും പറ്റാത്ത ഒരു ചെറിയ വൈറസ് നമ്മെ 2 വർഷമെങ്കിലും തടവിലിടുന്നത്, മനുഷ്യരെ മുഴുവൻ തടവിലിടുന്നത് നാം കണ്ടു. അതുകൊണ്ട് നമ്മുടെ ആധിപത്യത്തെക്കുറിച്ചോ മനുഷ്യ മേന്മയെക്കുറിച്ചോ ഉള്ള നമ്മുടെ അഹങ്കാരങ്ങൾ അതിനിഷ്ഠുരമായി, നിർദ്ദയമായി, സത്യസന്ധമായി ചോദ്യം ചെയ്യപ്പെട്ട ഒരു കാലയളവ് കൂടിയാണ് അതിനെ പല തത്വചിന്തകരും കാണുന്നത്. അതുകൊണ്ട് മനുഷ്യ കേന്ദ്രിതമായ യുഗം, ആന്ത്രോപോസീൻ എന്ന് അതിനെ പല തത്വചിന്തകരും വിളിക്കുന്നു, ആ മനുഷ്യ കേന്ദ്രിതമായ യുഗം അവസാനിച്ചു എന്നും മനുഷ്യനും പ്രകൃതിയും പരസ്പരം സഹകരിച്ച് ജീവിക്കേണ്ട ഒരു യുഗം, അതിനെ അവർ സിംബയോസീൻ എന്ന് വിളിക്കുന്നു, ആരംഭിക്കുകയാണ് എന്നും ഈ ദാർശനികർ ധാരാളമായി എഴുതുകയും പറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ഈ സാങ്കേതിക ഫാഷിസത്തിൻ്റെ ഒരു വശം ഈ രീതിയിൽ കുറച്ച് ആളുകളുടെ അത്യാർത്തി ശമിപ്പിക്കുന്നതിന് വേണ്ടി പ്രകൃതിയെ അനിയന്ത്രിതമായി ആക്രമിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്നതാണ്. ഞാൻ വികസനത്തിന് ഒരർത്ഥത്തിലും എതിരല്ല. ഞാൻ പലപ്പോഴും ദുഃഖത്തോടെ നോക്കിക്കാണുന്ന ഒരു കാര്യം, കേരള സമൂഹത്തിലെ ചർച്ചകളിൽ കുറെ പേർ പ്രകൃതിവാദികൾ അല്ലെങ്കിൽ പരിസ്ഥിതിവാദികൾ ആയി അറിയപ്പെടുകയും കുറെ പേർ വികസനവാദികളായി അറിയപ്പെടുകയും ചെയ്യുന്നു എന്നതാണ്. എന്നാൽ ഏംഗൽസിൻ്റെ
ഡയലക്റ്റിക്സ് ഓഫ് നേച്ചർ എന്ന ഗ്രന്ഥമെങ്കിലും വായിച്ചിട്ടുള്ളവർക്ക് അറിയാം, ഈ പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള ഒരു ജൈവ ബന്ധം നിലനിർത്തിക്കൊണ്ട് മാത്രമേ ലോകത്തിന്, ഭൂമിക്ക്, ഒരുപക്ഷെ പ്രപഞ്ചത്തിന് തന്നെയും നിലനിൽക്കാൻ കഴിയുകയുള്ളൂ എന്ന്. അതുകൊണ്ട് മനുഷ്യർക്ക് മുഴുവൻ വേണ്ടിയല്ല പലപ്പോഴും ഈ വികസനം ഉപയോഗിക്കപ്പെടുന്നത്. ഒരുപക്ഷെ ഗാന്ധിയാണ് അതിനെക്കുറിച്ച് ഏറ്റവും മനോഹരമായി സംസാരിച്ചിട്ടുള്ളത്. വികസനം എന്ന് നിങ്ങൾ പറയുമ്പോൾ ഞാൻ നോക്കുന്നത് ഏറ്റവും അടിത്തട്ടിലെ മനുഷ്യന് ഈ വികസനം കൊണ്ട് എന്ത് ലഭിച്ചു, എന്ത് കാര്യമുണ്ടായി എന്നാണ്. അവർക്ക് വീടുകൾ നഷ്ടപ്പെടുകയും അവർ അനാഥരാവുകയും തൊഴിലുകൾ നഷ്ടപ്പെടുകയും ഏകാകികളാവുകയും ആത്മഹത്യ ചെയ്യുകയുമാണോ ഉണ്ടായത്? അതോ അവരുടെ ജീവിതത്തിൽ അല്പം കൂടി വെളിച്ചം, അല്പം കൂടി സൗഖ്യം നൽകാൻ ഈ വികസനത്തിന് കഴിഞ്ഞിട്ടുണ്ടോ? വികസനത്തെ അളക്കാനുള്ള ഏറ്റവും ശരിയായ, ഏറ്റവും മാനുഷികമായ മാർഗം, ചോദ്യം ഇത് തന്നെയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ആർക്കു വേണ്ടിയുള്ള വികസനം എന്ന് ചോദിക്കാതെ നമുക്ക് ഒരു തരത്തിലുള്ള വികസനത്തെയും അംഗീകരിക്കുക വയ്യ. കുറച്ചു പേർക്ക് മാത്രമുള്ള, മുതലാളിമാർക്ക് മാത്രം കൂടുതൽ ലാഭമുണ്ടാക്കാൻ സഹായിക്കുന്ന ഒരു വികസനമല്ല നമുക്ക് ആവശ്യം. ജനങ്ങളിൽ മുഴുവൻ എത്തുന്ന, ഏറ്റവും അടിത്തട്ടിലേക്ക് എത്തിച്ചേരുന്ന രീതിയിലുള്ള ഒരു വികസനമാണ്. അത്തരമൊരു വികസനത്തിന് പ്രകൃതിയുടെ അമിത ചൂഷണം വേണ്ടതില്ല. പ്രകൃതിയുടെ അമിത ചൂഷണം നടക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചില ആളുകളുടെ അത്യാർത്തി മൂലമാണ്. അവർക്ക് കാടുകളിൽ നിന്ന് ആദിവാസികളെ ഓടിച്ചു കളയണം, അവർക്ക് ഖനികൾ സ്വന്തമാക്കണം, അവർക്ക് പാറമടകൾ ഉണ്ടാക്കണം, അവർക്ക് നദികൾ വറ്റിക്കണം, അല്ലെങ്കിൽ നദികളുടെ ഗതി മാറ്റിവിടണം. ഇങ്ങനെയുള്ള ഈ ആഗ്രഹങ്ങൾ പലപ്പോഴും മുതലാളിത്ത ദുരാഗ്രഹത്തിൻ്റെ തന്നെ പ്രതിഫലനങ്ങൾ ആണ്. ഞാൻ പറഞ്ഞു വന്നിടത്തു നിന്ന് വളരെ ദൂരേക്ക് പോയി എന്ന് നന്നായി മനസ്സിലാക്കുന്നു. പക്ഷേ നമുക്ക് ചില അർത്ഥവത്തായ കാര്യങ്ങൾ പറയാം എന്ന് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, നവോത്ഥാനം വാസ്തവത്തിൽ ഈ രീതിയിലുള്ള ശ്രേണീക്രമങ്ങൾക്ക് എതിരായ, മനുഷ്യരെ അകറ്റി നിർത്തുകയും അപരവൽക്കരിക്കുകയും ചെയ്യുന്നതിനെതിരായ ഒരു വലിയ മുന്നേറ്റമായിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ പ്രചോദനങ്ങളിൽ ഒന്ന് നിശ്ചയമായും ശ്രീനാരായണ ഗുരു ആയിരുന്നു. ഗുരു വിശ്വാസിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ വന്നിരുന്നത് ഒരു ദീർഘമായ ശൈവ പാരമ്പര്യത്തിൽ നിന്നാണ്. ഞാൻ അതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. പക്ഷേ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. ഒന്ന്, ഈ ശൈവ പാരമ്പര്യം ആദ്യമായി ശക്തമാകുന്നത് 4-5 നൂറ്റാണ്ടുകളിൽ തമിഴ്നാട്ടിലാണ്. തിരുമൂലർ, പാമ്പാട്ടി ചിത്ര മുതലായ സിദ്ധരുടേതായ ഒരു മഹാപാരമ്പര്യമാണ് അവിടെ ഉണ്ടായത്. ഈ ആളുകളുടെയൊക്കെ വലിയൊരു പ്രത്യേകത, ഇവർ ജാതിയിൽ വിശ്വസിച്ചില്ല, വർണ്ണത്തിൽ വിശ്വസിച്ചില്ല, ലിംഗഭേദത്തിൽ വിശ്വസിച്ചില്ല. ഇതിൽ സ്ത്രീകളുണ്ടായിരുന്നു. അവരുടെ പേരുകളുടെ കൂടെ പലപ്പോഴും അവരുടെ തൊഴിലുകൾ പറയുന്നുണ്ട്. ഏറ്റവും സാധാരണ തൊഴിലുകൾ ചെയ്തിരുന്ന മനുഷ്യരായിരുന്നു ഈ ശൈവ സൈദ്ധാന്തികർ, ശൈവ നേതാക്കൾ, അല്ലെങ്കിൽ ശൈവ സന്യാസിമാർ. അവരെ സംബന്ധിച്ചിടത്തോളം ഈശ്വര സാക്ഷാത്കാരം എന്നത് ഭൂമിയിൽ തന്നെ സംഭവിക്കേണ്ട, ഭൂമിയിൽ ജനങ്ങളുമായുള്ള പൂർണ്ണമായ ഐക്യത്തിലൂടെ സംഭവിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഗുഹകളിലിരുന്ന് തപസ് ചെയ്ത് ചില ആളുകൾക്ക് മാത്രം നേടേണ്ട ഒരു നിർവ്വാണമല്ല. അതും എന്നെ ഓർമ്മിപ്പിക്കുന്നത് ഗാന്ധിയെ തന്നെയാണ്. ഗാന്ധി പറയുന്നുണ്ട്, ഞാൻ ഈ ഹിമാലയത്തിലെ ഗുഹകളിൽ എൻ്റെ തന്നെ നിർവ്വാണത്തിന് വേണ്ടി പോയി തപസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ തപസ് ഈ ജനങ്ങൾക്കിടയിലാണ്, ഈ ജനങ്ങളെ സേവിക്കുക എന്നതാണ് എൻ്റെ തപസ് എന്ന് ഗാന്ധി ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിന് വളരെ മുമ്പ് അത് തന്നെയാണ് പറഞ്ഞത്. ഞാൻ മാത്രമായി നിർവ്വാണം ആഗ്രഹിക്കുന്നില്ല, ലോകത്തിലെ അവസാനത്തെ ജീവിക്കും
നിർവ്വാണം ലഭിച്ചു കഴിഞ്ഞ് മാത്രമേ ഞാൻ നിർവ്വാണം ആഗ്രഹിക്കുന്നുള്ളൂ എന്ന്. അതിൽ നിന്നാണ് ജാതക കഥകൾ മുതലായ കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പല ജന്മങ്ങളായി ബുദ്ധൻ ജനിക്കുന്നത്, പലതരത്തിലുള്ള ജീവികളായി ജനിക്കുകയും അവയെല്ലാം മോക്ഷം നേടിയാൽ മാത്രമേ തനിക്ക് മോക്ഷം നേടുകയുള്ളൂ എന്ന ബുദ്ധന്റെ വചനത്തെ പരോക്ഷമായി ഒരു ആഖ്യാനത്തിലൂടെ ലേക്ക് കടത്തിവിടുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ബുദ്ധ സമ്പ്രദായത്തിൽ ജൈന സമ്പ്രദായത്തിലുണ്ടായിരുന്നു. വാസ്തവത്തിൽ അതിൻ്റെ ആ തരത്തിലുള്ള ചിന്തകളുടെ ഒരു വലിയ തുടർച്ച ഭക്തി പ്രസ്ഥാനത്തിലും സൂഫി പ്രസ്ഥാനത്തിലും നമുക്ക് കാണാനാകും. ഈ കോവിഡ് കാലം ഞാൻ ചിലവിട്ടത് ഇത്തരത്തിലുള്ള കുറേ കവികളുടെ കവിതകൾ പരിഭാഷ ചെയ്തുകൊണ്ടായിരുന്നു. മാതൃഭൂമി അവ 5 പുസ്തകങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കന്നഡയിലെ ശൈവ കവിതകൾ, ബസവണ്ണയുടെയും അക്കമഹാദേവിയുടെയും മറ്റും കവിതകൾ, തുക്കാറാമിൻ്റെ കവിതകൾ, കബീറിൻ്റെ കവിതകളുടെ ഒരു പുസ്തകമുണ്ട്, ദൈവവുമായുള്ള സംഭാഷണങ്ങൾ എന്ന പേരിൽ. ബുള്ളേഷ എന്ന സൂഫി വര്യൻ്റെ കവിതകളുടെ പരിഭാഷയുണ്ട്. പിന്നീട് അനേകം ഭാഷകളിലുള്ള മീരാബായിയും ലാൽ ദത്തുമൊക്കെ ഉൾപ്പെട്ട കവികളുടെ പരിഭാഷകളുണ്ട്. ഈ പരിഭാഷകൾ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഈ ഒരു പാരമ്പര്യം, ഈ വാസ്തവത്തിൽ ഒരു കൗണ്ടർ ട്രഡീഷൻ അല്ലെങ്കിൽ ഒരു പ്രതിപാരമ്പര്യം എന്ന് വിളിക്കാവുന്ന ഒരു പാരമ്പര്യമാണ്. ഇന്ന് ഹിന്ദുത്വവാദികൾ കൊണ്ടാടുന്ന സവർണ മേധാവിത്വമുള്ള ഹിന്ദുത്വത്തിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു സങ്കല്പമാണ് ഈ ആളുകൾ മുന്നോട്ട് വച്ചത്. ശ്രീനാരായണ ഗുരു ഈ പാരമ്പര്യത്തിൻ്റെ ഒരു ഉത്തമനായ പ്രതിനിധിയായിരുന്നു. തൻ്റെ ദൈവ ദശകത്തിലൂടെ, ആത്മോപദേശ ശതകത്തിലൂടെ, തൻ്റെ അനേകം സ്തോത്രകൃതികളിലൂടെ അദ്ദേഹം പറയാൻ ശ്രമിച്ചത് ആത്യന്തികമായി ഈ മനുഷ്യരുടെ തുല്യതയെക്കുറിച്ചും എല്ലാ മനുഷ്യർക്കും സാധ്യമായ കൂടുതൽ ഉയർന്ന ഒരു മാനസികമോ ആത്മീയമോ ആയ അവസ്ഥയെക്കുറിച്ചും ആയിരുന്നു. ഈ ആത്മീയതയിൽ നിന്നാണ് വാസ്തവത്തിൽ എല്ലാ മതങ്ങളും ഉണ്ടായത് എന്ന് ഞാൻ കരുതാൻ ഇഷ്ടപ്പെടുന്നു. നീതിബോധത്തിൽ നിന്ന്, മൂല്യബോധത്തിൽ നിന്ന് മനുഷ്യൻ, ആത്മീയത എന്നതിന് ഞാൻ ആധ്യാത്മികത എന്ന വളരെ ഉദാത്തമായ അർത്ഥത്തെക്കാളേറെ നൽകുന്ന അർത്ഥം പ്രപഞ്ചത്തിൻ്റെ രഹസ്യം അന്വേഷിക്കാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന എന്തോ ഒന്ന് എന്നാണ്. ഇത് ഭൗതികവാദികൾക്ക് പോലും അംഗീകരിക്കാവുന്ന ഒന്നാണ് എന്ന് ഞാൻ കരുതുന്നു. നാം എല്ലാം ഏതെങ്കിലും ഒരിക്കൽ ചോദിച്ചിട്ടുണ്ട്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എങ്ങോട്ട് പോകുന്നു, എന്താണ് എൻ്റെ ചുറ്റുമുള്ള ഈ പ്രകൃതിയുടെ അർത്ഥം, ഈ ഭൂമിയുടെ അർത്ഥം, കറങ്ങിക്കൊണ്ടേ ഇരിക്കുന്ന ഈ ഗോളങ്ങളുടെ അർത്ഥം, ഈ സൗരയൂഥത്തിൻ്റെയും അനേകം നക്ഷത്രയൂഥങ്ങളുടെയും അർത്ഥം എന്താണ്, ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ തന്നെ അർത്ഥം, എവിടെ നിന്നാണ് അതിൻ്റെ ഉൽപ്പത്തി? ഈ ചോദ്യങ്ങൾ ചോദിക്കാത്ത മനുഷ്യരില്ല. ശാസ്ത്രജ്ഞർ ചോദിക്കുന്നത് ഇതേ ചോദ്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും പറയാറുള്ളത്, ശാസ്ത്രവും മതവും ഉൾപ്പെടെയുള്ള മനുഷ്യൻ്റെ എല്ലാ വിജ്ഞാനങ്ങളും ആത്യന്തികമായി വരുന്നത് ഈ ഒരു ജിജ്ഞാസയിൽ നിന്നാണ്. അപ്പൊ ഗുരു ആ മഹാജിജ്ഞാസയുടെ ഒരു വലിയ പ്രതിനിധി ആയിരുന്നു. പ്രപഞ്ചത്തിൻ്റെ അർത്ഥമെന്ത് എന്ന അന്വേഷണത്തിന് വേണ്ടിയാണ് അദ്ദേഹം അദ്വൈത ചിന്തയെ ഉപയോഗിച്ചത്. അതിനും അദ്വൈത വേദാന്തം അദ്ദേഹത്തിന് മുമ്പുണ്ടായിരുന്നു. ശങ്കര വേദാന്തവും ശ്രീശങ്കരൻ്റെ വേദാന്തവും അദ്വൈത വേദാന്തം തന്നെയാണ്. എന്നാൽ ആ അദ്വൈത വേദാന്തത്തിന് താഴെ നിന്നുള്ളൊരു വ്യാഖ്യാനം കൊടുക്കുകയാണ് ഗുരു ചെയ്തത്. നമുക്കറിയാവുന്നതുപോലെ ശങ്കരാചാര്യർ പലപ്പോഴും വർണ്ണ ജാതി വ്യവസ്ഥയൊന്നും ചോദ്യം ചെയ്തിരുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ നമ്മുടെ പാട്ടുകളിലും മറ്റും തെയ്യങ്ങളിലും മറ്റും കേട്ട് കാണും. തെയ്യം ചോദിക്കുന്നത്, നിങ്ങളെ വെട്ടിയാലും വരുന്ന ചോരയും, ഈ കണ്ണൂരാന്ന് പറയേണ്ടതില്ല, കണ്ണൂരോ പയ്യന്നൂരോ ഒക്കെ, അപ്പോൾ നിങ്ങളെ വെട്ടിയാ വരുന്ന ചോരയും എന്നെ വെട്ടിയാ വരുന്ന ചോരയും ഒന്ന് തന്നെയാണ് എന്ന് ഈ ബ്രാഹ്മണനോട് കീഴ്ജാതിക്കാരനായ ആൾ പറയുന്നുണ്ട്. അത്തരത്തിൽ ഒരുപാട് കഥകൾ നമുക്ക് ഉണ്ട്. ഞങ്ങൾ ഉണ്ടാക്കിയ പൂവ് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ദേവനെ പൂജിക്കുന്നത്. ഈ രീതിയിലുള്ള ചിന്തകൾ ഈ നാരായണ ഗുരു ആ രീതിയിൽ ഉള്ള
ഈ അടിയിൽ നിന്നുള്ള ചോദ്യങ്ങൾ ചോദിച്ച ഒരാളായിരുന്നു അദ്ദേഹം. ചിന്തിച്ചു, എന്തുകൊണ്ട് ബ്രാഹ്മണന് മാത്രം മോക്ഷം, നിർവ്വാണം, മതാധിപത്യം? എന്തുകൊണ്ട് താഴേക്കിടയിലുള്ള മനുഷ്യർക്കും അതേ നിർവ്വാണം നേടാൻ കഴിയുകയില്ല? അതേ ആത്മീയതയുടെ ഔന്നത്യങ്ങളിലേക്ക് എന്തുകൊണ്ട് അവർക്കും ഉയരാൻ കഴിയുകയില്ല? അങ്ങനെ മലമുകളിൽ ഇരുന്ന അദ്വൈത വേദാന്തത്തെ താഴേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് മനുഷ്യർക്കിടയിൽ നടക്കുന്ന, അവർക്ക് പ്രാവർത്തികമായി കാണിക്കാവുന്ന ഒരു തത്വചിന്തയായി, മാനുഷികമായൊരു തത്വചിന്തയായി മാറ്റി എന്നതാണ് ഗുരുവിനെ അതിനു മുമ്പുള്ള അദ്വൈതികളിൽ നിന്നെല്ലാം വ്യത്യസ്തനാക്കുന്ന ഒരു കാര്യം. അതായത് വേദാന്തത്തിൽ മനുഷ്യത്വത്തിൻ്റെ ഒരു മുഹൂർത്തം അദ്ദേഹം കടത്തിവിട്ടു. വേദാന്തം സമത്വത്തിനു വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഉപാധിയാണ് എന്ന് അദ്ദേഹം കണ്ടു. കാരണം ആ വേദാന്തത്തിന് മുന്നിൽ മനുഷ്യർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ലെന്നും എല്ലാ മനുഷ്യരും ഒരേ ഇടത്ത് നിന്ന് പിറക്കുകയും ഒരേപോലെ തന്നെയുള്ള അവയവങ്ങളോട് ജനിക്കുകയും ഒരേ രീതിയിൽ തന്നെ ജീവിക്കാൻ വിധിക്കപ്പെടുകയും ചെയ്ത ആളുകളാണെന്നും എല്ലാ വിഭജനങ്ങളും മനുഷ്യരുണ്ടാക്കിയെടുത്തതാണ് എന്നുമുള്ള ആ ചിന്തയിലേക്ക്, അപരവൽക്കരണങ്ങൾക്കെല്ലാം എതിരായ മഹാദർശനത്തിലേക്ക് ഗുരു നീങ്ങി. അതുകൊണ്ടാണ് ഇന്ത്യയിലെ തന്നെ മറ്റു പല ഗുരുക്കന്മാരെക്കാളും വളരെ മുകളിൽ നാരായണനെ പോലുള്ള ഒരു മഹാനെ നാം എല്ലാം തന്നെ പ്രതിഷ്ഠിക്കുന്നത്. കാരണം അദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി വരികയും ജനങ്ങളോട് സ്വതന്ത്രരാവാൻ, നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യ അഭ്യസിക്കാൻ, തൊഴിലെടുക്കാൻ, അതിലൂടെ സ്വയം വിമോചനം നേടാൻ അഭ്യർത്ഥിക്കുകയും ചെയ്തു. ഒരു സന്യാസിയും, ഇന്ത്യയിലെ ഒരു സന്യാസിയും, വിവേകാനന്ദൻ പോലും ആ തരത്തിൽ ജനങ്ങളിലേക്ക് ഇറങ്ങി വന്ന് പഠിക്കൂ, തൊഴിലെടുക്കൂ, സ്വന്തം ജീവിതത്തെ സ്വതന്ത്രമാക്കൂ എന്ന് പറഞ്ഞതായി ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പോൾ ആ തരത്തിൽ ജനങ്ങൾക്കിടയിൽ ഇറങ്ങി വന്നു. അവർ തമ്മിലുള്ള വിദ്വേഷത്തിനെതിരായി സംസാരിച്ചു. എല്ലാ മതങ്ങളുടെയും സത്ത ഒന്നു തന്നെയാണ് എന്ന് ഗാന്ധിയും അവസാന കാലത്ത് പറഞ്ഞിരുന്നത് പോലെ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞു. എല്ലാ മതങ്ങളുടെയും അടിസ്ഥാന തത്വം ഒന്നു തന്നെയാണ്. അവരുടെ ആചാരങ്ങളിൽ വ്യത്യാസമുണ്ടാകാം, വസ്ത്രങ്ങളിൽ വ്യത്യാസമുണ്ടാകാം, അനുഷ്ഠാനങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. പക്ഷേ മതങ്ങളുടെ ആത്യന്തികമായ സത്ത ഈ നൈതികതയാണ്. അത് ബുദ്ധൻ പറഞ്ഞ പോലെ അത് കരുണയാണ്, അത് മൈത്രിയാണ്, അത് ഉപേക്ഷയാണ്, അല്ലെങ്കിൽ എല്ലാ മനുഷ്യരും തമ്മിലുള്ള സാഹോദര്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമാണ്. ഈ രീതിയിൽ എല്ലാ മനുഷ്യരെയും ജാതിക്കും നിറത്തിനും വർണ്ണത്തിനുമൊക്കെ അതീതമായി മനുഷ്യർ എന്ന നിലയിൽ കാണാൻ കഴിഞ്ഞതുകൊണ്ടാണ് ഗുരു ഒരു സാധാരണ അദ്വൈത ചിന്തകരുടെ അവസ്ഥയിൽ നിന്ന് വളരെയധികം ഉയരുകയും ഒരു മഹാദാർശനികനായി അറിയപ്പെടുകയും അറിയപ്പെടാനുള്ള അർഹത നേടുകയും വാസ്തവത്തിൽ ചെയ്തത് എന്ന് പറയാം. അതുകൊണ്ടാണ് നാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ യഥാർത്ഥമായ ബീജമോ സ്രോതസ്സോ ആണ് എന്ന് നാം ആവർത്തിച്ച് പറയുന്നത്. കാരണം ഇവിടെ തന്നെ നിലനിന്നിരുന്ന ഒരു ദർശനത്തെ പുതുതായി വ്യാഖ്യാനിക്കുകയും അതിനെ മനുഷ്യ വിമോചനത്തിൻ്റെ ഒരു ഉപകരണമായി ഉപയോഗിക്കുകയും ചെയ്യുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അയ്യങ്കാളി വേറൊരു രീതിയിൽ, ഞാൻ ഇവരെക്കുറിച്ചൊക്കെ വളരെ ദീർഘമായി പറയേണ്ടതാണ്, ഞാൻ അങ്ങോട്ടൊന്നും ഇപ്പോൾ തന്നെ ദീർഘമാവുന്നുണ്ടോ എന്ന് സംശയം. അയ്യങ്കാളി അതുപോലെ തന്നെ അടിത്തട്ടിലെ മനുഷ്യരെ മുഴുവൻ പ്രതിനിധാനം ചെയ്തു വരികയും അവരുടെ അന്തസ്സിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ, നിങ്ങൾക്കെല്ലാം അറിയാം അദ്ദേഹത്തിൻ്റെ വില്ലുവണ്ടി യാത്രയെ പറ്റിയൊക്കെ. കാരണം ഈ വില്ലുവണ്ടിയിലെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ അന്ന് രാജാക്കന്മാർക്കും വലിയ ഉന്നതരായ ബ്രാഹ്മണർക്കും മാത്രം അനുവദിക്കപ്പെട്ട ഒരു കാര്യമായിരുന്നു. അപ്പം അതിനെ വെല്ലുവിളിക്കുകയാണ്. അതിനെ ഞാൻ പലപ്പോഴും താരതമ്യപ്പെടുത്താറുള്ളത് അംബേദ്കർ നടത്തിയിട്ടുള്ള വലിയ വിപ്ലവത്തോടാണ്. ഒരു വലിയ ജലസ്രോതസ് ഉണ്ടായിരുന്നു മഹാരാഷ്ട്രയിൽ, അവിടെ നിന്ന് ദളിതർക്ക് വെള്ളമെടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷെ ഒരു ദിവസം അദ്ദേഹം അവിടെ പോയി, പണ്ട് ഗാന്ധി കടലിൽ നിന്ന് ഒരു അല്പം വെള്ളമെടുത്ത് ഉപ്പുണ്ടാക്കിയതുപോലെ അത് ബ്രിട്ടനെതിരായ, സാമ്രാജ്യത്വത്തിനെതിരായ ഒരു മഹാസമരമായി വികസിച്ചതുപോലെ അംബേദ്കർ ആ ജലസ്രോതസ്സിൽ പോയി അല്പം വെള്ളമെടുക്കുകയും തൻ്റെ അനുയായികളോടെല്ലാം വെള്ളമെടുക്കാൻ പറയുകയും ചെയ്തു.
അതിന് പിന്നെ ബ്രാഹ്മണർ വന്ന് ശുദ്ധീകരണങ്ങൾ നടത്തുകയും ഒക്കെ ഉണ്ടായി. പക്ഷെ അത് ഉണ്ടാക്കിയ ഫലം, അതിന് റിപ്പിൾ ഇഫക്റ്റ് എന്ന് അക്ഷരാർത്ഥത്തിൽ പോലും പറയാം, അതിൻ്റെ ആ ഒരു തരംഗാഘാതം അത് സമൂഹത്തിൽ മുഴുവൻ പടർന്നു പിടിക്കുകയും അതാദ്യമായി ദളിതരായ മനുഷ്യർക്ക് വലിയ ആത്മവിശ്വാസം നൽകുകയും ചെയ്തു. അതുതന്നെയാണ് അയ്യങ്കാളിയുടെ ഈ വില്ലുവണ്ടി യാത്ര ചെയ്തത്. അദ്ദേഹം ധരിച്ചിരുന്ന വേഷം, തലയിൽ കെട്ടുക മുതൽ തലയിൽ കെട്ടെടുത്ത് മാറ്റാൻ മാത്രമേ അവകാശം ഉണ്ടായിരുന്നുള്ളൂ അന്ന് ദളിതരായ മനുഷ്യർക്ക്. അതിന് പകരം തലയിൽ കെട്ടി കോട്ടിട്ട് വില്ലുവണ്ടിയിൽ സഞ്ചരിക്കുക. അംബേദ്കറും ചെയ്തത് അത് തന്നെയാണ്. നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടാവും, അംബേദ്കർ എന്തുകൊണ്ടാണ് ഈ സൂട്ടിലൊക്കെ സഞ്ചരിക്കുന്നത്, ഗാന്ധി ചെറിയ ഒരു അര മുണ്ട് മാത്രം ധരിച്ചു നടക്കുമ്പോൾ എന്ന്. പക്ഷെ അതിന് വ്യക്തമായ അവരുടെ ഉൽപ്പത്തിയുടെ പ്രഭവങ്ങൾ അന്വേഷിച്ചാൽ നിങ്ങൾക്ക് അതിന് കാരണം പെട്ടെന്ന് മനസ്സിലാകാൻ കഴിയും. ഗാന്ധിയുടെ ആവശ്യം താൻ ജനിച്ച വർഗത്തിൽ നിന്ന് മുക്തനാവുകയും സാമാന്യ ജനങ്ങളുമായി ഒരു ഐഡന്റിഫൈ ചെയ്യാൻ, അവരുമായി സാത്മ്യം പ്രാപിക്കാൻ വേണ്ടി ഈ സാധാരണ മനുഷ്യരുടെ വേഷം അണിയുകയും ചെയ്യുകയായിരുന്നു. എന്നാൽ അയ്യങ്കാളി അല്ലെങ്കിൽ അംബേദ്കറുടെ ആവശ്യം മറിച്ച് ഈ മറ്റുള്ള ഉയർന്ന മനുഷ്യരെന്ന് പറയുന്ന മനുഷ്യരോടൊപ്പം തന്നെ അവരുടെ വേഷം ധരിക്കാനും അവരെപ്പോലെ കാറിൽ സഞ്ചരിക്കാനും അവരെപ്പോലെ വിദേശത്ത് വിദ്യാഭ്യാസം ചെയ്യാനും ഞങ്ങൾക്കും അധികാരമുണ്ട് എന്ന് പറയുകയായിരുന്നു. രണ്ടും പ്രധാനപ്പെട്ട സമീപനങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ ആ രണ്ട് സമീപനങ്ങൾക്കും രണ്ട് വർഗങ്ങളുടെയോ ജാതികളുടെയോ ഒക്കെയായ അടിസ്ഥാനങ്ങളുണ്ട് എന്ന് മാത്രം. അയ്യങ്കാളി കൃത്യമായും ചെയ്തത് അതായിരുന്നു, ദളിതർക്ക് ആത്മാഭിമാനം നൽകുക. കാരണം ഈ ആത്മാഭിമാനത്തിൽ നിന്നാണ് എല്ലാ രീതിയിലുള്ള ചോദ്യം ചെയ്യലുകളും കലാപങ്ങളും ഉണ്ടാകുന്നത്. അതൊരു പക്ഷേ ഒരു പ്രത്യേക മുഹൂർത്തത്തിലായിരിക്കാം സംഭവിക്കുന്നത്. സമൂഹത്തിൽ വളരെ പെട്ടെന്ന് ചലച്ചിത്ര രംഗത്ത് വളരെ കാലമായിട്ട് ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നിലനിന്നിട്ടുണ്ടാകാം. പക്ഷെ ഒരു ദിവസം കുറച്ച് സ്ത്രീകൾ തീരുമാനിക്കുന്നു, ഞങ്ങൾ സത്യം വിളിച്ചു പറയാൻ പോകുന്നു എന്ന്. അവരൊന്നിച്ചു കൂടുന്നു, അവർ സത്യം പറയുന്നു. അത് ലോകത്തെ ആകെ, കേരളത്തെയെങ്കിലും, ഒരുപക്ഷെ കേരളത്തിന് പുറത്തേക്കും അത് വ്യാപിച്ചു കഴിഞ്ഞു, ആകെ ഇളക്കി മറിക്കുന്നു. അപ്പോൾ ഈ ആത്മാഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ് സ്വാതന്ത്ര്യത്തിൻ്റെ ജനനത്തിൻ്റെ മുഹൂർത്തം. അത് വൈദേശികാധിപത്യത്തിനെതിരായ സ്വാതന്ത്ര്യമായാലും ശരി, മുതലാളിത്തത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായാലും ശരി, ജന്മിത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായാലും ശരി, സവർണത്വത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായാലും ശരി, പുരുഷാധിപത്യത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യമായാലും ശരി, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ബീജം വീഴുന്ന ആദ്യത്തെ മുഹൂർത്തം ഈ സ്വാഭിമാനത്തിൻ്റെ മുഹൂർത്തമാണ്. ഞങ്ങൾ ഇനി അടിയറ പറയുകയില്ല, ഞങ്ങൾ ഇനി അഭിമാനികളായി അഥവാ അഭിമാനിനികളായി ജീവിക്കുമെന്ന് മനുഷ്യർ തീരുമാനിക്കുന്ന ആ മുഹൂർത്തമാണ് വിമോചനത്തിൻ്റെ, സ്വാതന്ത്ര്യത്തിൻ്റെ മുഹൂർത്തം. അത്തരത്തിലുള്ള രണ്ട് മഹാമുഹൂർത്തങ്ങൾ കേരളീയ ജീവിതത്തിന് സമ്മാനിക്കുകയാണ് ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചെയ്തത്. അതിൻ്റെ കൂടെ പറയാവുന്ന പേരുകളാണ് യുക്തിവാദിയായ സഹോദരൻ അയ്യപ്പൻ്റെ പേര്, അല്ലെങ്കിൽ മക്തിത്തങ്ങളെ പോലുള്ള മുസ്ലിം മതത്തിനിടയിലുള്ള അനാചാരങ്ങളെ ചോദ്യം ചെയ്ത മനുഷ്യൻ്റെ പേര്, അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ കുമാരഗുരു എന്നറിയപ്പെട്ടിരുന്ന പൊയ്കയിൽ അപ്പച്ചൻ്റെ പേര്. ഇവരെല്ലാവരും തന്നെ പല രീതികളിൽ, ചിലപ്പോൾ സമീപനങ്ങളിൽ വ്യത്യാസമുണ്ടാകാം. സഹോദരൻ അയ്യപ്പൻ വേദാന്തത്തെ അംഗീകരിക്കുന്ന ഒരാളായിരുന്നല്ലോ, യുക്തിവാദിയായിരുന്നു. പക്ഷെ ആത്യന്തികമായി ഇവരുടെ എല്ലാം ലക്ഷ്യം ഒന്നായതുകൊണ്ടാണ് ഇവരുടെ എല്ലാ പ്രവൃത്തികളും നവോത്ഥാനം എന്ന ഒരൊറ്റ മഹോത്ഥാനത്തിലേക്ക്, മഹാകലാപത്തിലേക്ക് കേരളത്തെ നയിച്ചത്. ആ നവോത്ഥാനം ഒരുപക്ഷെ അപചയിച്ചു കൊണ്ടിരിക്കുകയാണോ എന്ന് നമ്മെ സംശയിപ്പിക്കുന്ന ഒരു കാലത്തൂടെയാണ് ഇന്ന് നാം ഈ കേരളത്തിൽ പോലും കടന്നു പോകുന്നത് എന്ന് സ്വാഭാവികമായും ഞാൻ സംശയിച്ച് പോകുന്നു. ഒരു ഭാഗത്ത് ഒരുപക്ഷെ ഇങ്ങോട്ട് കടന്നു വരികയില്ല എന്ന് നാം കരുതിയിരുന്ന ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം, അതിന് ഏതെങ്കിലും മതവുമായി ഒരു ബന്ധവുമില്ല. വാസ്തവത്തിൽ ഹിന്ദു എന്നൊരു മതമുണ്ടോ എന്നുള്ള കാര്യം തന്നെ വളരെ സംശയമാണ്. വിദേശികൾ ഇന്ത്യക്കാർക്ക് നൽകിയൊരു പേര് മാത്രമാണ്. കാരണം ഇവിടെ ജാതികൾ, വർണ്ണങ്ങൾ ഒക്കെയായി, ആദിവാസികൾ ഒക്കെയായി തിരിഞ്ഞിരുന്ന ജനങ്ങളായിരുന്നു. അല്ലെങ്കിൽ ശൈവരും വൈഷ്ണവരും ശാക്തേയരും താന്ത്രികരും ഒക്കെയായി പിരിഞ്ഞിരുന്ന ജനങ്ങളായിരുന്നു.
എല്ലാ കാലവും ഉണ്ടായിരുന്നത്. ഹിന്ദു മഹാസഭയുടെ വരവോടുകൂടിയാണ് മതം എന്ന് പറയുന്ന ഒരർത്ഥത്തിൽ, ഇസ്ലാം മതമെന്നോ ക്രിസ്തു മതമെന്നോ ഒക്കെ പറയുന്ന അർത്ഥത്തിൽ അതൊരു മതമായിട്ട് മാറുന്നത്. അപ്പം ആ തരത്തിൽ ഒരു മതം നിർമ്മിക്കപ്പെടുന്നു, അത് പ്രചരിപ്പിക്കപ്പെടുന്നു. അതോടൊപ്പം തന്നെ ഇതൊക്കെ ഞാൻ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ അതിൻ്റെ ആവർത്തിക്കുന്ന നിങ്ങൾ ചിലരെങ്കിലും അവിടെ ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ. ആര്യവംശത്തിൻ്റെ മഹിമാവാദം വരുന്നു. ആര്യരാണ് ആദ്യത്തെ ഇന്ത്യക്കാരെന്ന് പറയുന്നു. അതിന് എല്ലാ തെളിവുകളും അതിന് എതിരാണ്. അത് റോമില താപ്പറോട് ചോദിക്കൂ, ഇർഫാൻ ഹബീബിനോട് ചോദിക്കൂ, ഇന്ത്യയിലെ ഏത് വലിയ ചരിത്രകാരന്മാരോടും ചോദിക്കൂ, അവരെല്ലാവരും തെളിവുകൾ നൽകി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെയല്ല, ആഫ്രിക്കയിൽ നിന്ന് വന്ന ഏതോ വംശക്കാരായിരുന്നു ആദ്യത്തെ ഇന്ത്യക്കാർ. അതിനുശേഷം മെഡിറ്ററേനിയൻ ഭാഗത്ത് നിന്ന് സാഗ്രോ കർഷകരായ ആളുകൾ വന്നു. അതിനുശേഷം കന്നുകാലി വളർത്തുകാരായിരുന്ന ഇൻഡോ ആര്യൻ ഭാഷകൾ സംസാരിച്ചിരുന്ന ആളുകൾ വന്നു. ഈ അവസാനത്തെ കുടിയേറ്റത്തിൽ വന്ന ആളുകളെയാണ് പൊതുവെ നാം ആര്യന്മാരെന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു വംശമില്ല. റോമില താപ്പർ ആര്യൻസ് എന്നൊരു പുസ്തകം തന്നെ എഴുതിയത് തെളിയിച്ചിട്ടുണ്ട്. അതൊരു വംശമല്ല. ചില സംസ്കൃതം ഉൾപ്പെടെയുള്ള കുറേ ഭാഷകളുടെ, ജർമ്മനും സംസ്കൃതവും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരു ഭാഷകളുടെ ഒരു വംശം മാത്രമാണ് എന്ന്. അപ്പോൾ ഒരു ഇല്ലാത്തൊരു മതത്തിൻ്റെ പേരിൽ, ഇല്ലാത്ത ഒരു വംശത്തിൻ്റെ പേരിൽ, അല്പം കൂട്ടി പറയുകയാണെങ്കിൽ ഇല്ലാത്ത ഒരു ഭാഷയുടെ പേരിൽ, കാരണം ഹിന്ദി എന്നത് 30 വർഷം ഉത്തരേന്ത്യയിൽ ജീവിച്ച ഒരാളെന്ന നിലയ്ക്ക് ഈ ഹിന്ദി എന്നൊരു ഭാഷയെക്കുറിച്ച് അവിടെ ആരും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. ഒന്നുകിൽ അത് ഹിന്ദുസ്ഥാനിയാണ്, ഉറുദുവുമായി ചേർന്നിട്ടുള്ള ഒരു ഭാഷ. ആ ഹിന്ദുസ്ഥാനിയിലാണ് പ്രേംചന്ദിനെ പോലുള്ള ആളുകൾ എഴുതിയത്, ഇസ്മത് ചുഗ്തായി എഴുതിയത്, ഖുറുത്തുലിൻ ഹൈദർ എഴുതിയത്. ഈ ഉറുദു കലർന്ന, ഹിന്ദി എന്ന് പറയപ്പെടുന്ന ഭാഷയും കലർന്ന ഒരു ഭാഷയിലാണ്. നിങ്ങൾ ബീഹാറിൽ പോയിട്ട് അവരോട് ചോദിക്കൂ, നിങ്ങളുടെ ഭാഷ ഹിന്ദിയാണോ? അവർ പറയും അല്ല, ബീഹാറിയാണ് എന്ന്. ഛത്തീസ്ഗഡിൽ പോയി ചോദിക്കൂ, അല്ല, ഇത് ഛത്തീസ്ഗഡിയാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ബീഹാറിലെ തന്നെ ഭോജ്പൂരിൽ പോയി ചോദിക്കൂ, നിങ്ങൾ സംസാരിക്കുന്ന ഭാഷ എന്താണ്? ഞങ്ങൾ സംസാരിക്കുന്നത് ഭോജ്പുരിയാണ്. ഇതുപോലെ ചുരുങ്ങിയത് 10 ഭാഷകളുടെ, ഹിന്ദിയുമായി ഒരു ബന്ധമില്ലാത്ത രാജസ്ഥാനി ഭാഷയെ പോലും ഹിന്ദി ഭാഷയായി അങ്ങനെയാണ് ഹിന്ദിയെ ഒരു ഭൂരിപക്ഷ ഭാഷയാക്കി മാറ്റുകയും ഹിന്ദിയാണ് ഇന്ത്യക്കാരുടെ മുഴുവൻ ഭാഷ എന്ന പ്രചാരണം അവർ ആരംഭിക്കുകയും ചെയ്തത്. അപ്പോൾ ഇല്ലാത്ത ഒരു ഭാഷയുടെ പേരിൽ, വളരെ വൈകി മാത്രം ഇവിടെ എത്തിയ അല്പം ശതമാനം മാത്രം ജനങ്ങളുടെ ജീനുകളിലുള്ള ഒരു വംശത്തിൻ്റെ പേരിൽ, ഇല്ലാത്ത ഒരു മതത്തിൻ്റെ പേരിൽ മഹത്വം അവകാശപ്പെടുകയും അതിൻ്റേതാണ് ഇന്ത്യ മുഴുവൻ, അവരുടേതാകണം ഇന്ത്യ മുഴുവൻ എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന ആ ഒരു പ്രത്യയ ശാസ്ത്രം ശക്തി പ്രാപിക്കുകയും അതും കോർപ്പറേറ്റ് മുതലാളിത്തവും ചേർന്ന് ലക്ഷണമൊത്ത ഒരു ഫാസിസത്തിൻ്റെ നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭത്തിലാണ് ഇന്ന് നാം ഉള്ളത്. ഫാസിസത്തിൻ്റെ ലക്ഷണങ്ങളിലേക്കൊന്നും ഞാൻ വിശദമായി കടക്കുന്നില്ല. അതിൽ പുരുഷ മേധാവിത്വമുണ്ട്, അതിൽ നാനാത്വത്തോട്, വൈവിധ്യത്തോട്, ബഹുസ്വരതയോട് ഉള്ള വിരോധമുണ്ട്, അതിൽ പ്രതിപക്ഷത്തെ മുഴുവൻ തന്നെ ശത്രുക്കളായി കാണുന്ന ഒരു സമീപനമുണ്ട്, അതിൽ തങ്ങളെ വിമർശിക്കുന്ന എല്ലാവരെയും തടവിലാക്കുകയോ കൊല്ലുകയോ ചെയ്യാനുള്ള ഒരു പ്രവണതയുണ്ട്, അതിൽ തങ്ങൾ മരിക്കാൻ തയ്യാറാണ് എന്നതുകൊണ്ട് തങ്ങൾക്ക് കൊല്ലാനും അധികാരമുണ്ട് എന്ന അതിവിചിത്രമായൊരു വാദമുണ്ട്. ഈ ഫലാഞ്ചിസ്റ്റുകൾ എന്ന് പറയുന്ന സ്പെയിനിലെ ഫാസിസ്റ്റുകളുടെ പ്രധാന മുദ്രാവാക്യം വിവാ ലാ മ്യൂർത്തെ എന്നായിരുന്നു. എന്ന് പറഞ്ഞാൽ മരണം ജയിക്കട്ടെ. അവർ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാണ്, അങ്ങനെ തയ്യാറാണെങ്കിൽ ഞങ്ങളുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നിങ്ങളെ കൊല്ലാനും ഞങ്ങൾക്ക് അധികാരമുണ്ട് എന്നാണ്. ഇതും ഫാസിസത്തിൻ്റെ കൃത്യമായ സ്വഭാവങ്ങളിൽ ഒന്നാണ്. ഈ രീതിയിൽ ഒരു വലിയ വിഭാഗത്തെ അപരവൽക്കരിക്കുന്നതാണ് ഫാസിസത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട രീതി. ജർമ്മനിയിലെ യഹൂദർക്ക് എന്താണ് സംഭവിച്ചത് എന്ന് നിങ്ങൾക്കറിയാം. ആ യഹൂദർ നിർഭാഗ്യവശാൽ ഇന്ന് വേട്ടക്കാരായി മാറി, ഇരകളായിരുന്ന ആളുകൾ വേട്ടക്കാരായി മാറുന്നതും നാം ലോകത്ത് ഗാസ പോലുള്ള സ്ഥലങ്ങളിൽ കണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ജർമ്മനിയെ സംബന്ധിച്ചിടത്തോളം ഹിറ്റ്ലറുടെ കാലത്ത് അവർ ഇരകൾ തന്നെയായിരുന്നു, അവർ അപരരായിരുന്നു, അവർ അന്യരായിരുന്നു, അവർ ജർമ്മൻകാരായി കണക്കാക്കപ്പെട്ടില്ല. അതുപോലെ തന്നെ ഇന്ത്യക്കാരായി കുറെ പേരെ കണക്കാക്കാതിരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നത് നമുക്കറിയാം. ഞാൻ ഷഹീൻ ബാഗിലെ സമരത്തിൽ അവരുടെ കൂടെ പോയിരിക്കുകയും സംസാരിക്കുകയും ചെയ്ത ഒരാളാണ്. കർഷക സമരത്തിൻ്റെ മുന്നണിയിൽ പോയ കർഷകരെ അഭിസംബോധന ചെയ്ത ഒരാളാണ്. ഈ അനുഭവങ്ങൾ വെച്ചു
ധ്യാനിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്, ഈ മനുഷ്യരെയൊക്കെ തന്നെ അന്യരാക്കാനായി, അപരവൽക്കരിക്കാനായി, ഇന്ത്യക്കാരല്ലാതാക്കാനായി ഉള്ള പരിശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത്. അതിൻ്റെ അദൃശ്യമോ ദൃശ്യമോ ആയ തരംഗങ്ങൾ കേരളത്തെ പോലെ മതസൗഹാർദ്ദത്തിൻ്റെ മാതൃകാ സ്ഥാനങ്ങളായിരുന്ന നാടുകളിലേക്ക് പോലും കടന്നു വരുന്ന ഒരു കാലത്തു കൂടിയാണ് നാം ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് വർഗീയതയ്ക്കെതിരായ ഉറച്ച നിലപാട് വളരെ പ്രധാനമായി. ഇത് മതത്തിനെതിരായ നിലപാടല്ല. കാരണം ആത്മീയത എടുത്തു മാറ്റിയ മതമാണ് വർഗീയത എന്ന് ഞാൻ എപ്പോഴും പറഞ്ഞു പോന്നിട്ടുണ്ട്. അതായത് മൂല്യങ്ങൾ, നൈതികത, മതങ്ങളുടെ അടിയിലുള്ള നൈതികത, അത് ഇസ്ലാമിനെ സംബന്ധിച്ച് സാഹോദര്യമാകാം, ബുദ്ധമതത്തെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞതുപോലെ കാരുണ്യമാകാം, ക്രിസ്തു മതത്തെ സംബന്ധിച്ച് ചാരിറ്റി എന്ന് പറയുന്ന മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്ഥിതിയാകാം. ആ തരത്തിലുള്ള മൂല്യങ്ങളുടെ വ്യാപനത്തിന് വേണ്ടിയാണ് ആദ്യമായി മതങ്ങൾ ഉണ്ടാകുന്നത്. ക്രമേണ അവയ്ക്ക് ആ മൂല്യങ്ങൾ, അവയുടെ സ്രോതസ്സുകൾ വറ്റിപ്പോവുകയും ആ മൂല്യങ്ങൾ ഇല്ലാതാവുകയും അവയെല്ലാം തന്നെ വലിയ അധികാര സ്ഥാപനങ്ങളായി മാറുകയും ചെയ്യുന്നത് നാം കാണുന്നു. ക്രിസ്തു ഉയർത്തെഴുന്നേൽക്കാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ശവക്കല്ലറയ്ക്ക് മുകളിൽ ഉരുട്ടിവെച്ച കല്ലുകളാണ് പള്ളികൾ എന്ന് നീച്ചെ എന്ന ജർമ്മൻ ചിന്തകൻ ഒരിക്കൽ പറയുന്നുണ്ട്. അദ്ദേഹത്തിന് പള്ളികളോട് വിരോധമുള്ളത് കൊണ്ടല്ല അദ്ദേഹം പറഞ്ഞത് ഈ മതങ്ങൾ സ്ഥാപനവൽക്കരിക്കപ്പെടുമ്പോൾ മതങ്ങൾക്ക് അവയുടെ മൂല്യങ്ങൾ നഷ്ടപ്പെടുകയും അത് അധികാര ശ്രേണിയിലേക്ക് മാറുകയും ചെയ്യുന്നു. ഒരു ചെറിയ തുണി മാത്രം നടന്നിരുന്ന ക്രിസ്തുവിന് പകരം അനേകം ആഡംബരങ്ങൾ അണിഞ്ഞ ബിഷപ്പുമാരെയും പോപ്പുമാരെയും നാം കാണുന്നു. ഇതൊരു മതത്തിൽ മാത്രം സംഭവിക്കുന്നതല്ല. പല മതങ്ങളിലും ഈ തരത്തിൽ ഒരു പുരോഹിതാധികാരം, അതിനെ മിഷേൽ ഫൂക്കോ പാസ്റ്ററൽ പവർ എന്ന വാക്കുകൊണ്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ പാസ്റ്ററൽ പവർ എന്ന് പറയുന്ന ഒരു അധികാര രീതി വളർന്നു വരുന്നു. പുരോഹിതൻ പറയുന്നത് എന്താണോ അതാണ് ശരി, അതുപോലെ നിങ്ങൾ ജീവിക്കാൻ പാടുള്ളൂ, അതെല്ലാമേ ഭക്ഷിക്കാൻ പാടുള്ളൂ, അതുപോലെ വസ്ത്രം ധരിക്കാൻ പാടുള്ളൂ. ഈ രീതിയിൽ എല്ലാ മതങ്ങളിലും പുരോഹിതാധികാരം വളർന്നു വരുന്നത് നാം കാണുന്നു. അപ്പോൾ ഈ പുരോഹിതാധികാരത്തിനെതിരെ, വർണ്ണാധികാരത്തിനെതിരെ, വർഗാധികാരത്തിനെതിരെ, പുരുഷാധികാരത്തിനെതിരെ സംസാരിക്കുകയും മനുഷ്യരുടെ ആത്യന്തികമായ ഐക്യത്തിലും സാഹോദര്യത്തിലും ഊന്നുകയും ചെയ്തു എന്നതുകൊണ്ടാണ് ശ്രീനാരായണ ഗുരു നവോത്ഥാനത്തിൻ്റെ ആദ്യത്തെ കിരണമായി, ആദ്യത്തെ ബിന്ദുവായി മാറുന്നത്. അതുകൊണ്ട് ഇന്ന് നാരായണ ഗുരു പ്രസക്തനാകുന്നത്, അയ്യങ്കാളി പ്രസക്തനാകുന്നത്, നമ്മുടെ നവോത്ഥാനത്തിൻ്റെ നേതാക്കളുടെ ആദർശങ്ങളെല്ലാം തന്നെ പ്രസക്തമാകുന്നത് നാം ഒഴിച്ചു വിട്ടിരുന്നു എന്ന് കരുതുന്ന പ്രേതങ്ങളെല്ലാം തന്നെ തിരിച്ചു വരുന്നു എന്നതുകൊണ്ടാണ്. നവോത്ഥാനം കഴിഞ്ഞവരെ നാം ആശ്വസിച്ചു. ജാതി നമ്മുടെ സമൂഹത്തിൽ ഇല്ലാതായി, മതത്തിൻ്റെ ആധിപത്യം ഇല്ലാതായി, നാം എല്ലാം തുല്യരായി എന്ന് നാം ക്രമേണ തിരിച്ചറിയുന്നു. ഇല്ല, ആ തുല്യത ഇപ്പോഴും വന്നിട്ടില്ല. ജാതി നിലനിൽക്കുന്നു, പ്രത്യക്ഷത്തിൽ നിലനിൽക്കുന്നില്ലെങ്കിൽ അടിയിലെവിടെയോ നിലനിൽക്കുന്നു. ജാതി പ്രത്യക്ഷത്തിൽ ആചരിക്കാത്തവർ പോലും ജാതിയുടെ പേരിൽ കുറെ പേരെ അടിച്ചമർത്തുകയോ മാറ്റി നിർത്തുകയോ പുച്ഛിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്നു. അവർ വലിയ വിദ്യാഭ്യാസം നേടിയവരായാൽ പോലും അവർക്ക് മറ്റ് ഉന്നതം എന്ന് കരുതപ്പെടുന്ന ജാതികളിൽ നിന്ന് വരുന്ന ആളുകളോടൊപ്പം ഇരിക്കാനോ അവർക്ക് ലഭിക്കുന്ന സ്ഥാനം നൽകാനോ നമ്മുടെ സമൂഹം പലപ്പോഴും തയ്യാറാകുന്നില്ല. അതുകൊണ്ട് ഈ വിദ്വേഷത്തിൻ്റെ പ്രഭാവങ്ങളെ തന്നെ ഇല്ലാതാക്കുക വഴിയേ വിദ്വേഷത്തെ ഇല്ലാതാക്കാൻ കഴിയൂ. ആ വിദ്വേഷത്തെ ഇല്ലാതാക്കണമെങ്കിൽ എല്ലാ മനുഷ്യരെയും ഒരുപോലെ കാണുന്ന, എല്ലാ മനുഷ്യരിലും സ്പന്ദിക്കുന്നത് ഒരേ ഹൃദയമാണെന്നും എല്ലാ മനുഷ്യരുടെയും സ്നേഹത്തിന് ഒരേ മൂല്യമുണ്ടെന്നും തിരിച്ചറിയുന്ന ഒരു ചിന്താരീതി, ഒരു ദർശന സമ്പ്രദായം ആവശ്യമാണ്. ആ ദർശനത്തിൻ്റെ ഒരു മാതൃക, അനേകം മാതൃകകളുണ്ട്, ഒരു മാതൃക എന്ന നിലയിൽ കൂടിയാണ് ഞാൻ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പരാമർശിച്ചത്. അതുകൊണ്ട് ആ നഷ്ടപ്പെട്ടു പോയ നവോത്ഥാന മൂല്യങ്ങളെ തിരിച്ചു പിടിക്കുകയും പല രീതികളിൽ തിരിച്ചു വരാൻ ശ്രമിച്ചു
ഭരിച്ചുകൊണ്ടിരിക്കുന്ന പല രീതികളിലുള്ള അധികാര സ്വരൂപങ്ങളെ എതിർക്കുകയും ചെയ്യാൻ നിർബന്ധിതരായ മനുഷ്യരാണ് നാം. അതിൽ ഞാൻ വിചാരിക്കുന്നു പുതിയ തലമുറയ്ക്ക് വലിയൊരു പങ്ക് വഹിക്കാനുണ്ട്. ഈ കലാപത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള, സമത്വത്തിന് വേണ്ടിയുള്ള, സാഹോദര്യത്തിന് വേണ്ടിയുള്ള, അദൃശ്യരായ മനുഷ്യരെ ദൃശ്യരാക്കുന്ന ജനാധിപത്യത്തിന് വേണ്ടിയുള്ള ഈ സമരത്തിൽ പുതിയ തലമുറയ്ക്ക് അതിപ്രധാനമായ ഒരു പങ്ക് വഹിക്കാനുണ്ട്. ആ പങ്ക് വഹിക്കാനുള്ള മാനസികാവസ്ഥ, അതിനാവശ്യമായ ഊർജം, അതിനാവശ്യമായ ത്യാഗസന്നദ്ധത, അതിനാവശ്യമായ ദർശനധീരത നിങ്ങളിൽ നിറയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ഞാനൊരു സംവാദത്തിന് തയ്യാറാണ്, ഞാൻ ക്ഷീണിതനാണെങ്കിലും. നന്ദി. ആദ്യത്തെ ചോദ്യം, നവോത്ഥാന മൂല്യങ്ങൾ നമുക്ക് തിരിച്ചു പിടിക്കാൻ കഴിയുമോ എന്നതാണ്. വാസ്തവത്തിൽ ഞാൻ ഉന്നയിക്കുന്ന ചോദ്യവും അതുതന്നെയാണ്. തിരിച്ചു പിടിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് നമ്മുടെ ജാതി വ്യവസ്ഥയിൽ നിന്ന് മുക്തി നേടേണ്ടതുണ്ട്. ജാതികൾ എങ്ങനെ ഇത്രയധികം ശക്തരായി നവോത്ഥാനത്തിന് ശേഷവും എന്ന് ആലോചിക്കുന്ന ആർക്കും കിട്ടുന്ന ആദ്യത്തെ ഉത്തരം, ജാതികൾ രാഷ്ട്രീയ പാർട്ടികളായി മാറുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമായി മാറി അധികാരത്തെ നിർണയിക്കുന്നൊരു ശക്തിയായി മാറുകയോ ചെയ്തു എന്നതാണ്. നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, സുകുമാർ അഴീക്കോടിൻ്റെ ഗുരുവിൻ്റെ ദുഃഖം എന്ന അവസാന കാലത്ത് അദ്ദേഹം എഴുതിയ പുസ്തകം. എന്തായിരുന്നു ഗുരുവിൻ്റെ ദുഃഖം? താൻ പൂർണ്ണമായും തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന ദുഃഖമായിരുന്നു അത്. താൻ സംസാരിക്കുന്നത് ഏതോ ജാതിക്ക് വേണ്ടിയാണെന്നും താനൊരു ജാതി നേതാവാണ് എന്നും തെറ്റിദ്ധരിക്കപ്പെട്ടതായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം SNDPയുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല എന്ന് തൻ്റെ കാലത്ത് തന്നെ പ്രസ്താവിച്ചത്. കാരണം അദ്ദേഹം ക്രമേണ ഒരു ജാതിയുടെ വക്താവോ ജാതിയുടെ പ്രതിനിധിയോ മാത്രമായി ചുരുക്കപ്പെട്ടു. നാരായണ ഗുരു അവസാന കാലത്ത് നമുക്ക് ജാതിയും മതവും ഇല്ല എന്ന് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് താങ്കൾ പിന്നീട് പ്രതിഷ്ഠകൾ നടത്തിയത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നോട് പ്രതിഷ്ഠകൾ നടത്താൻ ആവശ്യപ്പെട്ടു, ഞാൻ ചിലപ്പോൾ ഒരു കല്ല് മുങ്ങിയെടുത്തു, ചിലപ്പോൾ ഒരു കണ്ണാടി കൊണ്ടുവച്ചു. അതിലൂടെ അദ്ദേഹം വാസ്തവത്തിൽ ചെയ്യുന്നത് ഈ പ്രതിഷ്ഠകൾക്ക്, അതിനെ വേണമെങ്കിൽ ഞാൻ നേരത്തെ കൗണ്ടർ ഇത് പറഞ്ഞ പോലെ പ്രതിപ്രതിഷ്ഠ എന്ന് പറയാം, ഒരു എതിർ പ്രതിഷ്ഠകളാണ് വാസ്തവത്തിൽ അദ്ദേഹം നടത്തിയത്. സാധാരണ പ്രതിഷ്ഠകൾ നടത്താൻ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിന് പ്രത്യേകമായ ചില സമ്പ്രദായങ്ങളുണ്ട്. ആ തരത്തിലുള്ള പ്രതിഷ്ഠകൾ അല്ല അദ്ദേഹം നടത്തിയത്. അദ്ദേഹം ഈ വളരെ കാഷ്വൽ എന്ന് പറയാവുന്ന, വളരെ വളരെ എന്ന് പറയാവുന്ന രീതിയിലാണ്, ഈ അനുഷ്ഠാനരഹിതമായ രീതിയിൽ ഈ പ്രതിഷ്ഠകൾ നടത്തിയത്. എന്ന് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ശരിയാണ്, ചില ആളുകൾ വന്ന് എന്നോട് ശിവനെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ദൈവത്തെ പ്രതിഷ്ഠിക്കാൻ പറഞ്ഞു. ഇതേപോലെ ഇസ്ലാമിലോ ക്രിസ്തു മതത്തിലോ ഏതെങ്കിലും പെട്ട ആളുകൾ അവരുടെ ഒരു ഇസ്ലാമിനെ സംബന്ധിച്ച് പ്രതിഷ്ഠകൾ ഇല്ല, ബിംബാരാധന എന്നത് ഇസ്ലാമിലില്ല. പക്ഷെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു പള്ളിയിലെ ആദ്യത്തെ കല്ലിടാനോ അല്ലെങ്കിൽ ഒരു ക്രിസ്തുവിൻ്റെ ഒരു ഇമേജ് പള്ളിയിൽ വയ്ക്കാനോ പറയുകയാണെങ്കിൽ ഞാൻ അതും ചെയ്യും. പക്ഷെ കാരണം ഞാൻ വിചാരിക്കുന്നത് ആത്യന്തികമായിട്ട് ഈ മതങ്ങളുടെ അടിയിലുള്ള മൂല്യങ്ങളൊന്നാണ്. അതേസമയം എനിക്ക് സ്വയം എന്തെങ്കിലും ജാതി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ജാതിയില്ല, എനിക്ക് മതവുമില്ല. വളരെ വളരെ ക്ലിയറാണ് ആ പ്രസ്താവം, വളരെ വളരെ വ്യക്തമാണ്. അപ്പോൾ അതുകൊണ്ടാണ് അതുമായിട്ട് ബന്ധപ്പെടുത്തി ഞാൻ പറയുകയാണ് സഹോദരൻ അയ്യപ്പനുമായിട്ടുള്ള ചോദ്യം. സഹോദരൻ അയ്യപ്പൻ്റെ ആ നിലപാടിലേക്ക് തന്നെയാണ് ഗുരുവും അവസാന കാലത്ത് എത്തുന്നത്. ഈ എനിക്ക് ജാതിയും മതവും ഇല്ല എന്ന ആ നിലപാടിലേക്ക് അദ്ദേഹം വാസ്തവത്തിൽ എത്തുന്നുണ്ട്. സഹോദരൻ അയ്യപ്പൻ നിശ്ചയമായിട്ടും യുക്തിവാദിയായിരുന്നു. അദ്ദേഹം മതത്തെ തന്നെ നിരാകരിച്ചു. ആ അർത്ഥത്തിൽ നാരായണ ഗുരു മതത്തിൻ്റെ വേദാന്തത്തിൽ നിന്ന് ആരംഭിച്ച് ആ വേദാന്തത്തെ മനുഷ്യമോചനത്തിനുള്ള ഒരു ആയുധമാക്കി അല്ലെങ്കിൽ ഒരു മാർഗമാക്കി മാറ്റി എന്നേ ഉള്ളൂ. അദ്ദേഹം ഒരിക്കലും ഒരു ശാസ്ത്രവിരുദ്ധനായിരുന്നില്ല. അത് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ നോക്കിയാൽ അറിയാം. ജനങ്ങളോട് ജോലി ചെയ്യാനും ഫാക്ടറികളിൽ ജോലി ചെയ്യാനും എല്ലാം
അനുവദിക്കുകയും ആഹ്വാനം ചെയ്യുകയും ഒക്കെ ചെയ്ത ആളാണ്. അദ്ദേഹം ശാസ്ത്രവിരുദ്ധനായിരുന്നില്ല. കാരണം ശാസ്ത്രം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ, ശാസ്ത്രവും അന്വേഷിക്കുന്നത് ലോകത്തിൻ്റെ രഹസ്യം തന്നെയാണ്. പല രീതികളിൽ ശാസ്ത്രം അന്വേഷിക്കുന്നത് ലോകത്തിൻ്റെ രഹസ്യമാണ്. അത് അവർ ഒരു ജനിതകത്തിൽ കൂടി ജീനുകളെപ്പറ്റി പഠിക്കുന്നതായാലും ശരി, നിങ്ങളെല്ലാവരും ഡോക്കിൻസിൻ്റെ സെൽഫിഷ് ജീൻ മുതലായ പുസ്തകങ്ങൾ വായിച്ച ആളുകളായിരിക്കും എനിക്കറിയാം. അപ്പോൾ ജീനുകളിൽ കൂടി ഉള്ള പഠനമായാലും ശരി, ഈ നക്ഷത്രങ്ങളെ പറ്റിയുള്ള പഠനമായാലും ശരി, സയൻസും ചെയ്യുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ രഹസ്യം എന്താണ് എന്നുള്ള ഒരു അന്വേഷണം നടത്താനാണ്. ആ അർത്ഥത്തിൽ, അങ്ങനെ ഒരു വിശാലമായ അർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഈ ജ്ഞാനാന്വേഷണം എന്നൊന്ന് ഒരു വലിയ മൂല്യമാണ്. ആ മൂല്യത്തെ ഗുരുവും അയ്യപ്പനും ഒരുപോലെ തന്നെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാൻ കഴിയുക. അതുകൊണ്ട് ഞാനൊരു അയ്യപ്പവാദിയോ അല്ലെങ്കിൽ ഗുരുവാദിയോ അല്ല. ഈ രണ്ടു പേർക്കും പൊതുവായ ചില മൂല്യങ്ങളുണ്ടെന്നും ആ മൂല്യങ്ങളിലാണ് ഒരു പക്ഷേ നമ്മൾ നവോത്ഥാനത്തിൻ്റെ ചില ബീജങ്ങൾ അന്വേഷിക്കേണ്ടത് എന്നും കരുതുന്ന ഒരാളാണ്. അയ്യങ്കാളിയെക്കുറിച്ച് പുസ്തകങ്ങൾ വാസ്തവത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ നാരായണ ഗുരുവിൻ്റെ ഒരു പ്രത്യേകത, ഗുരുവിനെ പിന്നീട് ചില സംഘടനകൾ ഏറ്റെടുക്കുകയും ഗുരുവിൻ്റെ കാര്യമായ രീതിയിലുള്ള പ്രചാരണങ്ങൾ, ഗുരുവിൻ്റെ സന്ദേശത്തിൻ്റെ ശരിയോ തെറ്റോ ആയ പ്രചാരണങ്ങൾ നടത്തുകയും ചെയ്തു. അത്തരമൊന്ന് അയ്യങ്കാളിക്ക് സംഭവിച്ചില്ല. പലപ്പോഴും വലിയ സംഘങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് ഈ വലിയ ചിന്തകരുടെ ചിന്തകൾ കൂടുതലായിട്ട് പ്രചരിക്കുന്നത്. അത് ചിലപ്പോൾ രാഷ്ട്രീയ പാർട്ടികളാകാം, ചിലപ്പോൾ ഏതെങ്കിലും സമുദായ സംഘടനകളാകാം. ആ തരത്തിൽ അയ്യങ്കാളി ഏറ്റെടുക്കപ്പെട്ടില്ല എന്നതുകൊണ്ടുകൂടിയാകാം താരതമ്യേന, തീരെ ഇല്ലെന്ന് പറയുന്നത് ശരിയല്ല, നല്ല വായനശാലകളിൽ പോയാൽ അയ്യങ്കാളിയെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ടുകൂടിയാകാം അയ്യങ്കാളിക്ക് ഒരു പക്ഷേ ഗുരുവിന് കിട്ടിയ പ്രചാരം കിട്ടാതിരുന്നത് എന്ന് കാണാൻ കഴിയും. ജാതി വ്യവസ്ഥ നിലനിൽക്കുന്നു എന്നൊരു കുട്ടി പറഞ്ഞു. അത് ഞാനും പറഞ്ഞു എൻ്റെ പ്രഭാഷണത്തിൽ. ജാതി നിലനിൽക്കുന്നു, പ്രത്യക്ഷത്തിൽ ജാതിയില്ല. ഞാൻ പലപ്പോഴും പറയും, നമ്മൾ കാർപ്പറ്റിൻ്റെ അടിയിലേക്ക് ജാതിയെ തള്ളി നീക്കി എന്നാണ്. നമ്മൾ ജാതിയില്ലെന്ന് അഭിനയിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ കഠിനമായ രീതിയിൽ തന്നെ ഈ ജാതി പ്രവർത്തിക്കുന്നു. ഈ ഒരു ജാതിയിൽപ്പെട്ട പിന്നോക്ക ജാതി എന്ന് പറയപ്പെടുന്ന, എനിക്ക് പിന്നോക്കവും ഇല്ല, അങ്ങനെ പറയപ്പെടുന്ന ഒരു ജാതിയിൽപ്പെട്ട ഒരാൾ ഒരു IAS നേടുകയോ അല്ലെങ്കിൽ ഡോക്ടർ ആവുകയോ എഞ്ചിനീയർ ആവുകയോ ഒക്കെ ചെയ്താൽ പോലും പിറകിൽ നിന്ന് അയാൾ റിസർവേഷനിൽ കൂടിയൊക്കെ നേടി വന്നതാണെന്ന് പറയുന്ന ഒരു സമുദായം തന്നെയാണ് വളരെ പരിഷ്കൃതമെന്ന് നാം കരുതുന്ന സമുദായം, ഇന്നത്തെ കേരളീയ സമുദായം പോലും. അതുകൊണ്ട് ജാതി ഇല്ലാതായി എന്ന് ഞാൻ കരുതുന്നില്ല. അതിന് മറ്റൊരു സമരം ഒരുപക്ഷെ ആവശ്യമായി വരും. അംബേദ്കർ പറഞ്ഞ അനൈഹിലേഷൻ ഓഫ് കാസ്റ്റ് എന്ന് പറയും, ജാതി ഉന്മൂലനം, ജാതി നിർമ്മാർജ്ജനം, അത് മാത്രമേ അതിന് വഴിയുള്ളൂ. ആ ജാതിയുള്ള, അംബേദ്കർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ജാതിയുള്ളൊരു സമൂഹത്തിൽ ജനാധിപത്യം സാധ്യമല്ല എന്നാണ്. അത് ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെൻ്റായിട്ട് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ വളരെ സത്യസന്ധമായ ഒരു പ്രസ്താവമാണത്. ജാതി നിലനിൽക്കുന്നിടത്തോളം, ജനങ്ങൾ തമ്മിൽ സമത്വമില്ലാത്തിടത്തോളം കാലം ഒരിക്കലും ഈ ജനാധിപത്യം സമ്പൂർണ്ണമായി, കാരണം ജനാധിപത്യം എല്ലാ തരത്തിലുള്ള ശ്രേണീവൽക്കരണങ്ങൾക്ക് എതിരാണ്. പല ശ്രേണികളിൽ, പല തട്ടുകളിൽ മനുഷ്യർ നിൽക്കുന്നതിനെതിരാണ്. അതുകൊണ്ട് ജനാധിപത്യം യാഥാർത്ഥ്യമാകണമെങ്കിൽ അതിന് ജാതി ഇല്ലാതാകണം. അതുകൊണ്ടാണ് ഈ ജാതി ഉന്മൂലനത്തിന് അംബേദ്കർ തൻ്റെ ജീവിതത്തിലും ചിന്തയിലും വളരെ വലിയ പ്രാധാന്യം നൽകിയത്. പെൺസമൂഹത്തിൻ്റെ പുതുതലമുറയോട് എനിക്ക് പറയാനുള്ളത് എല്ലാം ഞാൻ കവിതകളിൽ കൂടി പറഞ്ഞിട്ടുണ്ട് പലപ്പോഴായിട്ട്. നിങ്ങൾ മീര പാടുന്നു എന്നുള്ളത് വായിക്കുകയോ കേൾക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ അനേകം കവിതകളുണ്ട്. അക്ക മഹാദേവിയെ പറ്റി അക്ക മൊഴിയുന്നു എന്നുള്ള കവിതയുണ്ട്. ഈ കവിതകളിലൊക്കെ അതുപോലെ അനേകം കവിതകൾ സ്ത്രീ എന്നുള്ള പേരിൽ തന്നെ കവിതയുണ്ട്. സമീപകാലത്ത് എഴുതിയ സ്ത്രീകൾ എന്ന് പറയുന്ന കഥ. അപ്പോൾ ഇതിലൂടെയൊക്കെ പറയാൻ ശ്രമിക്കുന്ന ഒരു കാര്യം, ഒന്ന് സ്ത്രീ പുരുഷ സമത്വം എന്നത് വളരെ പ്രധാനമായൊരു കാര്യമാണ്. അത് കുടുംബത്തിനകത്തായാലും കുടുംബത്തിന് പുറത്തായാലും ഈ തുല്യത ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. പക്ഷേ ഈ തുല്യത സ്വാഭാവികമായി ഉണ്ടാവില്ല. അതിനുള്ളൊരു പ്രധാന കാരണം പുരുഷന്മാരുടെ ഉള്ളിൽ ഒരു പുരുഷാധിപതി നിലനിൽക്കുന്നു എന്നതും, പലപ്പോഴും നിർഭാഗ്യവശാൽ ഒരുപാട് സ്ത്രീകളും
ഈ പുരുഷാധിപത്യത്തിൻ്റെ പ്രത്യയശാസ്ത്രം വൽക്കരിച്ചിരിക്കുന്നു എന്നതുമാണ്. അവർ ഉള്ളിൽ അത് ശരിയാണ് എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ പുരുഷാധിപത്യത്തിന് കഴിഞ്ഞത്. ശരിയാണ്, ഇങ്ങനെ തന്നെയാണ് ഒരു ഭർത്താവ് ഇങ്ങനെയാണ് ആയിരിക്കേണ്ടത്, അയാൾ പറയുന്നതൊക്കെയാണ് ഞാൻ കേൾക്കേണ്ടത്, അയാൾ എന്നോട് പഠിക്കേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കില്ല. ഞാൻ കഴിഞ്ഞ 4 ദിവസങ്ങളിൽ സാഹിത്യ അക്കാദമിയിൽ കുറേ ഇൻ്റർവ്യൂ നടത്തുകയായിരുന്നു. അതിലൊരു ഒരു ജോലിക്ക് മുസ്ലിം പെൺകുട്ടികൾ മാത്രമാണ് വന്നിരുന്നത്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അങ്ങനെയാണ് അയക്കുക. അപ്പോൾ ഈ കുട്ടികളോടൊക്കെ ചോദിച്ചപ്പോൾ മിക്കവർക്കും പറയാനുണ്ടായിരുന്ന കഥ, അതിനുശേഷം അതല്ലാത്ത കുറേ ആളുകളെ ഇൻ്റർവ്യൂ ചെയ്തു, അതിലും അധികം സ്ത്രീകളായിരുന്നു. അവരൊക്കെ പറഞ്ഞ കഥ, എന്തുകൊണ്ട് പ്രീ ഡിഗ്രി നോക്കുമ്പോൾ പ്രീ ഡിഗ്രി കഴിഞ്ഞ് പിന്നെ പഠിച്ചു കാണുന്നില്ല, നല്ല കഴിവുള്ള കുട്ടികളാണ്, എന്തുകൊണ്ട് പഠിച്ചില്ല എന്ന് ചോദിക്കുക. പറഞ്ഞു ഭർത്താവ് പറഞ്ഞു ഇനി കോളേജിൽ പോകണ്ടെന്ന്, ഇനി പഠിക്കണ്ടെന്ന് പറഞ്ഞു. ഇത് ഞാൻ മിനിയാന്ന് കൂടി കേട്ട അനേകം സ്ത്രീകളിൽ നിന്ന്, പെൺകുട്ടികളിൽ നിന്ന് കേട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആര് പറഞ്ഞാലും നിങ്ങൾ പഠിക്കണം എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കും, നിങ്ങൾ ജോലി ചെയ്യണമെന്ന് തീരുമാനിച്ചാൽ നിങ്ങൾ ജോലി ചെയ്യും. ഈ ഒരു അഭിമാനവും സ്വാതന്ത്ര്യവും നിലനിർത്തുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളെ നിങ്ങൾ വിവാഹം കഴിക്കും, ഏത് ജാതി മതത്തിൽപ്പെട്ടാലും. ഈ കാര്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കത്തിടത്തോളം കാലം മറ്റൊരാൾക്കും നിങ്ങളെ ശരിയാക്കി എടുക്കാൻ കഴിയുകയില്ല. എൻ്റെ കുടുംബത്തിൽ 5 മതങ്ങളിൽപ്പെട്ട ആളുകളുണ്ട്. എൻ്റെ കുട്ടികളോട് അവരോടൊക്കെ ഇഷ്ടമുള്ള ആളുകളെ വിവാഹം കഴിച്ച് കൊണ്ടുവരാനാണ് പറഞ്ഞത്. അവർ വന്നു, അവർ നല്ല കുട്ടികളായതുകൊണ്ട് അവർ വന്ന് ഞങ്ങളെ പരിചയപ്പെടുത്തി. ഞാൻ ഇയാളെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്, അവർക്ക് വിവാഹം കഴിച്ചു കൊടുത്തു. ഒരാൾ ഒരു ക്രിസ്ത്യനാണ്, മറ്റൊരാൾ വടക്കേ ഇന്ത്യയിലുള്ളൊരു ആളാണ്, ഒരു ഗുലാത്തി എന്ന് പറയുന്ന ഒരു സമുദായത്തിൽപ്പെട്ട ആളാണ്. അപ്പോൾ അതായത് ഞാൻ എൻ്റെ ഒരു മഹത്വം കാണിക്കാൻ വേണ്ടി പറയുകയല്ല, നമ്മളിത് പറയുക മാത്രമല്ല, സ്വന്തം ജീവിതത്തിൽ കൂടി പ്രവർത്തിച്ച് കാണിച്ചില്ലെങ്കിൽ ഈ പറയുന്നതിനൊന്നും വലിയ കാര്യമില്ല. അതുകൊണ്ട് ആ തീരുമാനങ്ങൾ നിങ്ങൾ എന്ന് എടുക്കുന്നുവോ അപ്പം മാത്രമേ നമുക്ക് ഈ പിതൃഅധികാരത്തിൽ നിന്ന്, പുരുഷാധിപത്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ വിവാഹം കഴിക്കും, നിങ്ങൾക്ക് പഠിക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ പഠിക്കും, നിങ്ങൾക്ക് ജോലി ചെയ്യണമെന്ന് തോന്നിയാൽ നിങ്ങൾ ജോലി ചെയ്യും. ആ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ടാവണട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ വാസ്തവത്തിൽ എന്നെപ്പോലുള്ള ആളുകൾക്ക്, പഴയ ആളുകൾക്ക്, വയസ്സായ ആളുകൾക്ക് ഒരുപക്ഷെ കഴിയുകയുള്ളൂ. പക്ഷേ ആ ധൈര്യം എൻ്റെ കവിതകളിൽ നിന്നെങ്കിലും കുറേ പേർക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. തുടർച്ചയായി ഈ വിഷയത്തെക്കുറിച്ച് എഴുതുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ആളാണ് ഞാനെന്ന് നിങ്ങൾക്കറിയാം. സാറ ജോസഫിൻ്റെ പാപത്തറക്ക് എഴുതിയ ഔദാരിക മുതൽ ഇങ്ങോട്ട് സ്ത്രീ സ്വാതന്ത്ര്യം എന്നുള്ള വിഷയം സ്വാതന്ത്ര്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമായി. കാരണം മനുഷ്യരാശിയുടെ പകുതിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ചിലപ്പോൾ പകുതിയേക്കാൾ കൂടുതൽ ആ മനുഷ്യർ അസ്വതന്ത്രരായിരിക്കുന്നിടത്തോളം എങ്ങനെയാണ് മനുഷ്യരാശി സ്വതന്ത്രരാവുക? ഇതേപോലെ തന്നെ ഒരു ചോദ്യം ജനാധിപത്യത്തെ പറ്റിയും ഉണ്ടായി. എന്തുകൊണ്ടാണ് നമ്മുടെ ജനാധിപത്യം പരാജയപ്പെടുന്നത് എന്നത്. അപ്പോൾ അത് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ പറയാം. വാസ്തവത്തിൽ ജനാധിപത്യം എന്ന് പറയുന്നത് ഒരു ആദർശമാണ്. ജനാധിപത്യത്തിലേക്കുള്ള നീക്കമേ ഉള്ളൂ. ഒരുപക്ഷെ എന്നെങ്കിലും ഒരിക്കൽ മനുഷ്യർ ജനാധിപത്യത്തിൽ എത്തിയേക്കാം എന്നേ ഉള്ളൂ. കാരണം ജനാധിപത്യത്തിലേക്ക് നീങ്ങണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ജാതി ഇല്ലാതാകണം, വിവിധ രീതികളിൽ ജനങ്ങളെ സ്വാധീനിക്കാവുന്ന, പണം കൊടുത്ത് സ്വാധീനിക്കാം, അല്ലെങ്കിൽ വോട്ട് യന്ത്രങ്ങൾ മാനിപ്പുലേറ്റ് ചെയ്യാം, സമുദായ സംഘടനകളെ പിടിച്ച് അധികാരം നേടാം, സമുദായ സംഘടനകളെയോ മതസംഘടനകളെയോ സ്വന്തമാക്കിയിട്ട് അവർക്ക് അവരെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങളോ അധികാരങ്ങളോ കൊടുത്ത് അധികാരം, അങ്ങനെയുള്ളതെല്ലാം നിലനിൽക്കുന്നിടത്തോളം കാലം നമുക്ക് ഒരു ഫോമൽ ജനാധിപത്യം ഉണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. ഇന്ത്യൻ ജനാധിപത്യം കേവലം ഔപചാരികമായ ഒരു ജനാധിപത്യമാണ്. അത് യഥാർത്ഥ ജനാധിപത്യമാകണമെന്ന് ആഗ്രഹിച്ച ആളുകൾ ഉണ്ടായിരുന്നു. ഗാന്ധി ഗ്രാമസ്വരാജിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അത്ര അടിയിൽ നിന്നുള്ളൊരു ജനാധിപത്യത്തെക്കുറിച്ച് സങ്കല്പം ഉയർത്തിപ്പിടിക്കാനാണ് ശ്രമിച്ചത്. ആ രീതിയിലുള്ള സങ്കല്പം മാർക്സ് അല്ലെങ്കിൽ ലെനിൻ സോവിയറ്റുകളെ കുറിച്ച് അതൊന്നും നടക്കാത്ത വലിയ വലിയ സ്വപ്നങ്ങളുടെ കഥകളാണ് അതെല്ലാം. പക്ഷേ സോവിയറ്റുകളെ കുറിച്ച് പറഞ്ഞപ്പോൾ ആദ്യകാലത്ത് അത് നടക്കുകയും ചെയ്തു. ആ സോവിയറ്റുകൾ എന്ന് പറഞ്ഞാൽ നാട്ടുകൂട്ടങ്ങളാണ് വാസ്തവം. നമ്മുടെ തനി മലയാളം പറഞ്ഞാൽ ഈ നാട്ടുകൂട്ടങ്ങൾക്കാണ് അധികാരം. എന്താണ് കാര്യങ്ങൾ? ആ തീരുമാനം നടപ്പാക്കലാണ് ഭരണകൂടത്തിൻ്റെ ചുമതല, അല്ലാതെ ഭരണകൂടം പറയുന്ന നടപ്പാക്കലല്ല ജനങ്ങളുടെ ചുമതല. ആ ഒരു ബോധം വരുമ്പോൾ മാത്രമേ അടിയിൽ നിന്നുള്ള ജനങ്ങൾ മുകളിലേക്ക് പോകുന്ന മുകളിലേക്ക് തീരുമാനങ്ങൾ പോകുന്ന ഒരു സംവിധാനത്തിൽ മാത്രമേ
ജനാധിപത്യം അതിൻ്റെ പൂർണ്ണാർത്ഥത്തിൽ ജനാധിപത്യമായി മാറുകയുള്ളൂ. അപ്പോൾ അതിന് റാൻസിയെ എന്ന് പറയുന്ന സമകാലീന ഫ്രഞ്ച് ചിന്തകൻ, ജനാധിപത്യത്തെ ഏറ്റവും ആഴത്തിൽ ചിന്തിച്ചിട്ടുള്ള ചിന്തകൻ പറയുന്നത് പോലെ അദൃശ്യരായ മനുഷ്യർ ദൃശ്യരാകണം, നാം ഇതുവരെ കേൾക്കാത്ത ശബ്ദങ്ങളെ കേൾക്കാൻ നമുക്ക് കഴിയണം. അതായത് അടിച്ചമർത്തപ്പെട്ട മനുഷ്യരുടെ ശബ്ദങ്ങൾ കേൾക്കുകയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കുന്ന മനുഷ്യരെ കാണുക എന്ന് പറഞ്ഞാൽ പ്രതിനിധി സഭകളിൽ കാണാൻ കഴിയുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഇതൊരു ജനാധിപത്യമാണ് എന്ന് സാർത്ഥകമായി പറയാനും കഴിയുകയുള്ളൂ. ആ ജനാധിപത്യത്തിലേക്കുള്ള നീക്കത്തെ എങ്ങനെയെല്ലാം സഹായിക്കാമെന്ന ആലോചനയാണ് നാം ആത്യന്തികമായി നടത്തേണ്ടത്.